الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد فقد قال النبي صلى الله عليه وسلم من أحب سنتي فقد أحبني ومن أحبني كان معي في الجنة يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أحد يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد مولاي صل وسلم دائما أبدا വേദിയിലും സദസ്സിലുമായിട്ടുള്ള സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രാസ്ഥാനിക നേതാക്കൾ, സ്ഥാപനത്തിൻ്റെ ഭാരവാഹികൾ, ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട മോമിനാത്തുകൾ, നമ്മുടെ ഈ സംഗമം അല്ലാഹ് പൊരുത്തപ്പെടുന്ന ഒരു അമലായി സ്വീകരിക്കട്ടെ. ആഖിറത്തിലെത്തുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് മനസ്സിൽ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സംഗമമായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ പരിപാടികളിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ കിട്ടേണ്ടത് ആത്മീയമായ നേട്ടങ്ങളാണ്. അങ്ങനെയാണ് നമ്മുടെ പരിപാടി സംഘടിപ്പിക്കുന്നത്. ചില ആൾ വളരെ കഷ്ടപ്പെട്ടിട്ട് പരിപാടി കാണാൻ വേണ്ടിയിട്ട് വരും, എന്നിട്ട് അവർക്ക് കിട്ടാതെ പോകും. എന്ത് ഉഖ്റവിയായത് കിട്ടാതെ പോകും. അങ്ങനെ സംഭവിക്കരുത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് ഒരു ഷമാഇൽ ക്ലാസ്സാണ് വിചാരിക്കുന്നത്. ക്ലോസ്ഡ് ഓഡിയൻസിൻ്റെ അടുത്ത് നിന്നാണ് ഒറിജിനൽ ഇൽമു പറയാൻ പറ്റുക. മറ്റേതാകുമ്പോൾ ചൊറിയുമ്പോൾ വരെ ശ്രദ്ധിക്കണം, ലൈവ് ഉള്ളതുകൊണ്ട്. ക്ലോസ്ഡ് ഓഡിയൻസ് ആകുമ്പോൾ ഒറിജിനൽ കിതാബിയായ വിവരങ്ങൾ നമുക്ക് പറയാൻ പറ്റും. മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി മഹാനവറുകൾ പറയുന്നുണ്ട്, ഒരാൾക്ക് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള വഴി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. അപ്പോൾ തങ്ങളിലേക്ക് ഒരാൾക്ക് എത്തണമെങ്കിൽ തങ്ങളോട് തഹല്ലുക്ക് നമുക്ക് ഉണ്ടാവണം, തങ്ങളെ സ്വഭാവത്തെ ഫോളോ ചെയ്യണം. അങ്ങനെ ഒരാൾക്ക് തങ്ങളെ ഫോളോ ചെയ്യണം എന്ന് തോന്നണമെങ്കിൽ അയാൾക്ക് മഹബത്ത് വേണം. അങ്ങനെ ഒരാൾക്ക് മഹബത്ത് ഉണ്ടാവണമെങ്കിൽ നല്ലോണം സ്വലാത്തല്ലണം. സ്വലാത്ത് സ്ഥിരം പതിവാക്കണമെങ്കിൽ അയാളുടെ രഹസ്യ ജീവിതം ശുദ്ധിയായിരിക്കണം. ഇതെവിടെങ്കിലും ഒരു പിഴവ് വന്നാൽ ഈ കണക്ഷൻ മുറിയും. അപ്പം ഇനി തിരിച്ചു പറയാം, രഹസ്യം കേടുവന്ന ജീവിതമാണെങ്കിൽ സ്വലാത്ത് പതിവാക്കാൻ കഴിയില്ല. ഒരു ആവേശപ്പുറത്ത് കുറച്ച് ദിവസം ചെല്ലുമായിരിക്കും, പതിവാക്കാൻ കഴിയൂല, എങ്ങനെയും കഴിയൂല. സ്വലാത്ത് പതിവാക്കാൻ കഴിയില്ല. സ്വലാത്ത് പതിവാക്കണം എന്നുണ്ടെങ്കിൽ അയാളുടെ രഹസ്യം നന്നാക്കണം. അല്ലാത്ത ആൾക്ക് സ്വലാത്ത് ചിലപ്പോൾ ചെല്ലാൻ പറ്റുമായിരിക്കും, പതിവാക്കൽ നടക്കൂല. സ്വലാത്ത് പതിവാക്കിയാൽ അള്ളാഹ് മഹബത്ത് തരും, ഉറപ്പാണ്. മഹബത്ത് ഉണ്ടെങ്കിൽ അയാളിൽ തഹല്ലുക്ക് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ജീവിതത്തെ ശരിക്കും പഠിച്ച് അതുപോലെ ജീവിക്കാനുള്ള ശ്രമം, അതിനാണ് തഹല്ലുക്ക് എന്ന് പറയുന്നത്. തങ്ങളെപ്പോലെ എന്തായാലും നമുക്ക് ആവാൻ കഴിയൂല, അങ്ങനത്തെ ഒരു ശ്രമം ഉണ്ടാവും. ആ ബേസിലാണ് ഇന്നത്തെ കോണ്ടന്റ് നിങ്ങളോട് സംസാരിക്കുന്നത്. രണ്ടുപേരി മദ്ഹിലിട്ട് നമുക്ക് തുടങ്ങാം. الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاع يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتغي والحبيب العربي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتغي
والحبيب العربي. എങ്ങനെയാണ് നമുക്കത് കഴിയുക? ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 6 മിനിറ്റ് ഒരു സ്വഭാവത്തെ വിശദീകരിച്ച് അങ്ങനെ നമുക്കൊരു 10 കാര്യങ്ങൾ പറഞ്ഞു പോകാം. ശരിക്കും ശ്രദ്ധിക്കുകയാണെങ്കിൽ തിരുവസന്തം എന്ന പേരിൽ നമ്മൾ ആഘോഷിക്കുന്ന 1500-ാം ജന്മദിനത്തെ നമുക്കൊന്നുകൂടി സാർത്ഥകമാക്കാൻ പറ്റും. പരമാവധി ആൾക്കാർ കേൾക്കുക. ചില ആൾക്കാർ കഷ്ടപ്പെട്ട് പരിപാടിക്ക് വരും, എന്നിട്ട് വളരെ കഷ്ടപ്പെട്ട് മൊബൈലിൽ റെക്കോർഡ് ചെയ്യും, എന്നിട്ട് വളരെ കഷ്ടപ്പെട്ട് വീട്ടിൽ പോയിട്ട് മൊബൈലുള്ളത് കാണും. അതിനങ്ങോട്ട് തന്നെ വീട്ടിൽ തന്നെ ശരിക്കും കേൾക്കുന്നതായിരിക്കും നന്നാവുക എന്ന് തോന്നും. ഒന്ന്, നമുക്ക് ഫസ്റ്റ് ഉണ്ടാവേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ആമുഖം ശരിക്കും പഠിക്കണം കേട്ടോ. ഇല്ലാ ദലീല അല ത്വരീഖി ഇലൽ ഇലാ, അല്ലാഹുവിലേക്ക് എത്താൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഇല്ലാ മുതാബഅത റസൂലിൽ മുക്മില, തങ്ങളെ ഫോളോ ചെയ്യുക. അതല്ലാണ്ട് വേറെ ഒരു വഴിയുമില്ല. തങ്ങളെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ 100 ശേഷമുള്ള സുന്നത്ത് സ്കരിക്കൽ മാത്രമല്ല, തങ്ങൾ ഇരുന്നത്, കിടന്നത്, സ്വഭാവം എല്ലാം. അതാണ് അയാളുടെ ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ട കാര്യം. ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് അതാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത്. 10 കാര്യങ്ങൾ എണ്ണി പറയും. ഇതൊരു ക്ലാസ് ആയതുകൊണ്ട് തന്നെ ആ രീതിയിൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഒന്നാമത്തത്, തങ്ങൾ നമുക്ക് പഠിപ്പിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അൽ അദിൽ എന്നുള്ളതാണ്. നീതി കാണിക്കണം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഓഡിയൻസിൽപ്പെട്ട ഓരോരാൾക്കും തോന്നും തങ്ങൾ നമ്മളെയാ നോക്കുന്നത്. എല്ലാവർക്കും തോന്നും അങ്ങനെ. ഓരോ ഭാര്യക്കും തോന്നുന്നു എന്നോടാ കൂടുതൽ ഇഷ്ടം. അങ്ങനെയാ. അത് തങ്ങളുടെ ഒരു നീതിയുടെ ഭാഗമാണ്. എല്ലാവരോടും ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ. എനിക്ക് തോന്നുന്നത് ഈ ലോകം അല്ലാഹു നിലനിർത്തുന്ന തന്നെ നീതി പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ. നീതി വളരെ പ്രധാനമാണ് സ്റ്റാഫിനോട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു അത്തർ തേച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് നമ്മൾ 2 തവണ കോല് ഇട്ടിട്ട് തേച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങനെ തേക്കണം. എല്ലാവർക്കും അങ്ങനെയാണ്. അത് എങ്ങനെ നമുക്ക് മനസ്സിലാവുമെന്ന് വെച്ചാൽ, ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ ആ സ്വഹാബിയുടെ മകൾ, ചെറിയൊരു മോൾ ഓടി വന്നു. ആ കുഞ്ഞു മോളെ വാരി കെട്ടിപ്പിടിച്ചിട്ട് ഒരു മുത്തം കൊടുത്തിട്ട് മടിയിലിരുത്തി. ഇത് കണ്ട ഈ സ്വഹാബിയുടെ മറ്റൊരു കുട്ടി, നേരത്തെ വന്നത് പെൺകുട്ടിയാണ്, ഇനി വരുന്നത് ആൺകുട്ടിയാണ്, ഓടി വന്നപ്പോൾ ആ കുട്ടിനെ കെട്ടിപ്പിടിച്ചിട്ട് മടിയിലിരുത്തി. തങ്ങൾ പറഞ്ഞു മഅദൽ തബൈനഹുമ, രണ്ടാൾക്കിടയിൽ നീതി കാണിച്ചിട്ടില്ല. ഒന്നാമത്തെ കുട്ടിക്ക് മുത്തം കൊടുത്തതിന് ശേഷമാണ് ഇരുത്തിയത്, രണ്ടാമത്തെ കുട്ടിക്ക് അത് കൊടുത്തിട്ടില്ല. കണ്ടോ, അത്രയും മൈന്യൂട്ടായത് വരെ നമ്മൾ ശ്രദ്ധിക്കണം. പൊതുവിൽ പാല് കൊടുക്കുന്ന സ്ത്രീകൾ കുട്ടികളോടായിരിക്കും പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാവുക. പൊതുവിൽ അതിൻ്റെ ഒരു തീരെ എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്ക് ഒരു കുട്ടി ഉണ്ടായ കാലത്ത് ആ കുട്ടീനോടായിരിക്കും ഉപ്പാക്കും ഉമ്മാക്കും ഭയങ്കര ഇഷ്ടമുണ്ടാവുക. രണ്ടാമത്തെ കുട്ടിയായാൽ ഉപ്പാൻ്റെ സ്നേഹം പൂർണ്ണമായിട്ട് ഒന്നാം കുട്ടിയിലും ഉമ്മാൻ്റെ സ്നേഹം രണ്ടാം കുട്ടിയിലേക്കും വിഭജിക്കപ്പെടും. അപ്പോൾ ഉമ്മ കൂടുതൽ ഒന്നാം കുട്ടീനെ സ്കോൾഡ് ചെയ്യാൻ തുടങ്ങും, ആക്ഷേപിക്കാൻ തുടങ്ങും. അത് ഉമ്മമാരെ എപ്പോഴും ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കുട്ടിയായാൽ ആ നടുക്കുള്ളതിനാണ് എല്ലാ അടിയും കിട്ടുക. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങളെ കുട്ടികൾക്കിടയിൽ നീതി കാണിച്ചിട്ടില്ലെങ്കിൽ യുറഫുൽ മുജ്രിമൂന ബിസീമാഹും, ആഖിറത്തിൽ അവർ വരുമ്പം തന്നെ മനസ്സിലാവും ഇവരെ തെറ്റ് മക്കളോട് അനീതി കാണിച്ചതാണെന്ന്. കാരണം അവരൊരു ഭാഗം ചെരിഞ്ഞിട്ടുണ്ടാവും. ഏതെങ്കിലും മോക്ക് സ്വത്ത് കുറച്ച് കൂടുതൽ എഴുതി കൊടുത്തില്ലെങ്കിൽ എന്നെ ചെരിഞ്ഞിട്ടാണ് വരിക. ആഖിറത്തിൽ ഭയങ്കര ഗൗരവമാണ്. ഉപ്പാനോടും ഉമ്മാനോടും നീതി കാണിക്കണം. ഉപ്പാക്ക് 5000 അയച്ചു കൊടുക്കണമെങ്കിൽ ഉമ്മാക്കും അയച്ചു കൊടുക്കണം 5000. ഉപ്പാക്കും ഉമ്മാക്കും ഇടയിൽ തസ്വിയത്ത് നടത്താതിരിക്കൽ, അനീതി കാണിക്കൽ കറാഹത്താണ്. നല്ല ശ്രദ്ധിക്കണം. നീതി കാണിക്കണം എല്ലാവരോടും, സ്റ്റാഫിനോട്, ജോലിക്കാരോട്, വീട്ടുകാരോട്, പെങ്ങന്മാരോട്, എല്ലാവരോടും അനീതി കാണിക്കാൻ പാടില്ല. അതിനുവേണ്ടിയാണ് തങ്ങൾ ഈ ഭൂലോകത്ത് ഈ പ്രബോധനം മുഴുവൻ നടത്തിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വിഷയം എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് ചുരുക്കം. ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്വഭാവം ഒരു 2-3 മിനിറ്റിനുള്ളിൽ നമ്മൾ പഠിക്കണം. ഇങ്ങനെയായിരുന്നു തങ്ങൾ, നമ്മളെങ്ങനെയാന്നുള്ള ചോദ്യം ചോദിക്കലോടുകൂടി അടുത്തയിലേക്ക് നമുക്ക് പോകണം. നമ്മളെങ്ങനെ, അപ്പോഴാണ്
നമ്മുടെ സ്വഭാവം അവിടത്തോടെ എങ്ങനെ തുലനം ചെയ്യാം എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് 9 ഭാര്യമാർക്കും തങ്ങൾ മുസാഫത്ത് ചെയ്ത് സലാം പറയും. ഒരാൾക്ക് മുത്തം കൊടുക്കണ്ടെങ്കിൽ 9 ആൾക്കും തങ്ങൾ കൊടുക്കും. ഒരാളോട് അനീതി തങ്ങൾ കാണിക്കില്ല. ഒരാളോട് അത്രയും കൃത്യമായിട്ടായിരുന്നു തങ്ങളുടെ ജീവിതം. ആഖിറത്തിലെ ജബാബിറത്തിന്റെ കൂടെ ഫിറഔന്, കാറൂന്, ഹാമാനെ പോലെ ഏറ്റവും ഫ്രോഡായ ടീമിന്റെ കൂടെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ആരാന്ന് വെച്ചാൽ അവരവരുടെ മേഖലയിൽ അനീതി കാണിച്ചവരെ. അവരവരുടെ മേഖല എന്ന് പറഞ്ഞാൽ അയാളുടെ കമ്പനിയിൽ ആകെ 4 സ്റ്റാഫേ ഉള്ളൂ. അയാളോട് ആ 4-ൽ ഏതെങ്കിലും ഒരാളോട് അനീതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഫിറൗന്റെ കൂടെ ഒരുമിച്ച് കൂടണം. ആഖിറത്തിൽ അത്രയും വലിയ പ്രശ്നം. ഒരാൾ ഖബറിലെത്തിയപ്പോൾ അയാളെ സ്കാൻ ചെയ്യാണ് മലക്കുകൾ. നമ്മുടെ മെറ്റൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് സ്കാൻ ചെയ്യുന്ന കുറേ സ്ഥലങ്ങളുണ്ടല്ലോ. ഇങ്ങനെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അയാളെ കാല് മുതൽ തല വരെ ഒരു സൈഡിൽ ഒരു പ്രശ്നമില്ല. രണ്ടാമത്തെ സൈഡിൽ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാളുടെ വലത്തെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് ഒരു തീ പൊട്ടിത്തെറിച്ചു. അപ്പോൾ എന്താണ് എന്ന് അന്വേഷിച്ചപ്പം ഇയാൾ ജീവിതത്തിൽ ഒരു തവണ മസ്ലഹത്തിന് ഇരുന്നിരുന്നു. അപ്പോൾ ഒരാളുടെ വാദം കുറച്ചധികം കേട്ടതിൻ്റെ പേരിൽ ഇവിടെ ചെവിയിൽ തീ പൊട്ടിത്തെറിച്ചത്. കയ്യൂലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത്. കണ്ടെയ്നർ ബോക്സിൽ ബിരിയാണി വിളമ്പുമ്പോൾ എല്ലാവർക്കും ഒരേപോലത്തെ പീസ്. നമ്മളായി മനഃപൂർവ്വം അനീതികേട് കാണിക്കരുത്. അൽ ഖാസിമു ഫിന്നാർ എന്ന് പറഞ്ഞാൽ വിഹിതം വെക്കുന്ന ആൾ മിക്കവാറും ആൾ നരകത്തിലായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ നല്ല ശ്രദ്ധിക്കണം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ എന്ന ആയത്ത് എല്ലാ ഖുതുബയിലും അഥവാ എല്ലാ വെള്ളിയാഴ്ചയിലെ 2-ാം ഖുതുബയിലും നമ്മൾ കേൾക്കുന്നതാണ്. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വന്നത് തന്നെ ഈ നീതി പഠിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ നോക്കൂ, യുദ്ധത്തിനിടയിൽ സ്വഫ് തെറ്റി നിൽക്കുന്ന സവാദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജസ്റ്റ് ഒന്ന് കുത്തിയത് നമുക്കറിയാം. കുത്തിയിട്ടുണ്ട്. ഞാൻ വരാൻ തന്നെയല്ലേ നബിയെ, എനിക്ക് തങ്ങളോട് തിരിച്ചിത് ചെയ്യണം. കാരണം തങ്ങൾ എന്നെ മാത്രമാണല്ലോ കുത്തിയത്. സവാദ് റളിയല്ലാഹു തങ്ങൾ പറഞ്ഞു, ഓ കുത്താലോ, വെറുതെ കുത്തിയാൽ പോരെ, തങ്ങൾ ആ വണ്ടി എനിക്ക് തരണതാണ്. ആ തരാലോ, കൊടുത്തു. നിങ്ങൾ നോക്കിയേ, ലോകത്തെ ഏറ്റവും സർവ്വസൈന്യാധിപനായ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്നെ കുത്തിക്കൊള്ളി, ഐ എം റെഡി. സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ കുത്തുന്ന സമയത്ത് എനിക്ക് കുപ്പായ ഉണ്ടായില്ല, തങ്ങളുടെ കുപ്പായ അയക്കണം. ആ കുപ്പായ നിങ്ങൾ ആലോചിച്ചു നോക്കുക, അതിന് റെഡിയാണെന്നാ പറയുന്നത്. നമുക്കറിയാം സവാദ് റഹ്മാൻ ശരിക്കും കുത്താനല്ല, ആ തങ്ങളുടെ വയറ് കണ്ടപ്പം തന്നെ ചുംബിച്ച് ഈ യുദ്ധത്തിലെങ്ങാനും ഷഹീദായാലും എൻ്റെ ലാസ്റ്റ് കരാറ് എൻ്റെ തങ്ങളുടെ ശരീരത്തിൽ ഒട്ടിച്ചേർന്ന് എന്നതുകൊണ്ട് എനിക്ക് നരകത്തിൽ പോകാതിരിക്കാനുള്ള ഒരു കാവലാണ് എന്ന് പറഞ്ഞ് മഹബത്ത് കാണിക്കുന്നുണ്ട്. അപ്പോഴും നീതികേട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ പൂർത്തിയാക്കണം എന്ന് പറഞ്ഞാൽ നീതി നടപ്പിലാക്കണം എന്ന് നിർബന്ധം പറയുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം. വീണ്ടും നമുക്കൊരു 2-3 വരി ചൊല്ലാനുള്ള സ്കോപ്പ് കിട്ടി. സ്വലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അഷ്ഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി സ്വലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അഷ്ഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി. അപ്പൊ ഒന്ന് നമ്മളെന്താ പഠിച്ചത്? അദിൽ. 2 തജമ്മുൽ, രണ്ടാമത്തത് ഭംഗിയാവൽ. അവിടുന്ന് പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭംഗിയാവണം. നമ്മളെപ്പോഴും നമുക്ക് എത്ര ഭംഗിയാവാൻ പറ്റും അത്രയും ഭംഗിയാവണം. തങ്ങളുടെ യാത്രയിൽ കണ്ണാടിയും ചെറുപ്പും ഇല്ലാണ്ട് ഒരു യാത്രയില്ല. തങ്ങൾക്ക് ഭംഗിയാവേണ്ട ആവശ്യമുണ്ടോ ശരിക്കും ലോകത്ത്? തങ്ങളുടെ വിയർപ്പ് സുഗന്ധമാണ്, ശരീരം സുഗന്ധമാണ്. ശരീരത്തോട് അടുക്കും തോറും സുഗന്ധമാണ് വരിക. ഒരു വഴിയിലൂടെ പോയ തങ്ങളുടെ
പിന്നിൽ പോകുന്ന ദിവസങ്ങളോടുള്ള യാത്രക്കാർക്ക് ഈ വഴിയിലൂടെ തങ്ങൾ പോയത് മനസ്സിലാവും. അത്രയും സുഗന്ധമുണ്ട്. തങ്ങൾ ഒരാളുടെ കൈ പിടിച്ചാൽ മുസാഫത്ത് ആരുടെ കൈയാണോ തങ്ങൾ പിടിച്ചിരിക്കുന്നത് അയാളുടെ കൈ 2-3 ദിവസത്തേക്ക് കസ്തൂരിയേക്കാൾ ഗന്ധമുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കുട്ടിയുടെ തല തടവിയാൽ ആ തല തടവിയ കുട്ടിയെ ബാക്കി കുട്ടികളിൽ നിന്ന് വേർതിരിയും. കാരണം ഈ കുട്ടിയുടെ തലയിൽ നിന്ന് ഇങ്ങനെ സുഗന്ധം വരുന്നുണ്ടാവും. എന്നിട്ടും ലോകത്ത് ഈ ദുനിയാവിൽ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങളിൽ ഒന്ന് നിസ്കാരം, 2 സുഗന്ധം. എന്തിന്? തശ്രീഅൻ ലി ഉമ്മത്തി, നമ്മളെ പഠിപ്പിക്കാനാണ്. കാരണം തങ്ങളുടെ വിയർപ്പ് വടിച്ചെടുക്കുന്ന സഹാബി വനിതയോട് ചോദിച്ചല്ലോ എന്തിനാ വടിച്ചെടുക്കണത്? അപ്പൊ പറഞ്ഞെന്താ? അഥീബ് തീബിന, നമ്മുടെ സുഗന്ധത്തിൽ ഈ വിയർപ്പുറ്റിച്ചാൽ നമ്മളിൽ ഏറ്റവും നല്ല സുഗന്ധം അതായി മാറും. അതിനുവേണ്ടിയാണ് നമ്മൾ വടിച്ചെടുക്കുന്നത്. കണ്ടോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്ര പോലും ഒരുങ്ങാതെ പോവില്ല. ഭാര്യമാര് പറയുന്നുണ്ട് തങ്ങൾക്ക് ഇടങ്ങ് പുറപ്പെടണമെന്നുണ്ടെങ്കിൽ ഒന്ന് റെഡി ആയിട്ടേ പോകുള്ളൂ, ജസ്റ്റ് വെയിറ്റ്, ഒരു 10 മിനിറ്റ് ഞാൻ ഒന്ന് കുളിച്ച് മാറ്റി കുറച്ച് റെഡി ആയിട്ടേ പോകും. അങ്ങനെ ഉറങ്ങിയണീച്ച് പറമ്പുടയിൽ ഇട്ടിട്ടൊന്നും പോകുന്ന പരിപാടി തങ്ങൾക്കില്ല. എന്തിനധികം കണ്ണാടി എങ്ങാനും കിട്ടാതെ പോവുകയോ മിസ്സാവുകയോ ചെയ്താൽ നദറ ഇലൽ കൂസ് നിറ വെള്ളം നിറച്ച പാത്രത്തിലേക്ക് നോക്കും. വെള്ളത്തിൽ നോക്കി ഒരു ചിത്രം കാണുമല്ലോ, ശരിയാക്കിയിട്ടേ പോകും. അത്രയും ആ വിഷയത്തിൽ ശ്രദ്ധിക്കുന്ന ആളാണ് മുത്തനബി. ഓൾറെഡി ശരീരം ഏറ്റവും സുഗന്ധമുള്ള ആളാണ്, ഏറ്റവും സൗന്ദര്യമുള്ള ആളാണ്. ശരിക്കും പറഞ്ഞാൽ യൂസുഫ് നബിക്ക് സൗന്ദര്യത്തിന്റെ പകുതി കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സംശയം വരും. അപ്പൊ പിന്നെ പകുതി ഓർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടിപ്പോയതിന് പകുതി തങ്ങൾക്ക് കൊടുക്കാന്നല്ലേ ഉള്ളൂ, ബാക്കി ആർക്കും ഒന്നും ഇല്ലാന്ന് വിചാരിക്കും. അത് ഇമ്പോസിബിൾ അല്ലേ? ബാക്കി മനുഷ്യന്മാർക്കും സൗന്ദര്യം ഇല്ല. ഈ പകുതി സൗന്ദര്യം കൊടുത്തു എന്ന് പറയുന്നത് തങ്ങളുടെ സൗന്ദര്യത്തിനെ കുറിച്ചല്ല അത് പറയുന്നത്. അത് തങ്ങളുടെ സൗന്ദര്യം വേറെ മബറൂറത്തുൽ ഖസ്മി എന്ന് പറഞ്ഞ മാതിരി മോങ്കസമായ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത, അതായത് നാടൻ മലയാളത്തിൽ പറഞ്ഞാൽ നമ്മളെ വലിയ പപ്പടം ഉണ്ടല്ലോ, 10 രൂപൻ്റെ വലിയ പപ്പടം, അത് 2 പൊരിച്ചിട്ട് ഒന്ന് പീസാക്കിയിട്ട് യൂസുഫ് നബി കൊടുത്തു. ബാക്കി എല്ലാവരുടെയും ചോറിൽ ഒന്ന് പൊടിച്ചിട്ട് പൊടി തന്നു. പൊട്ടിക്കാത്തൊരു പപ്പടം തങ്ങൾ കൊടുത്തു. അങ്ങനെയാണ് എൻ്റെ അർത്ഥം. തങ്ങളുടെ സൗന്ദര്യത്തിൽ കഷ്ണം വെക്കലും പീസാക്കലൊന്നുമില്ല. അതുകൊണ്ടാണ് ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, സുലൈമാൻ നബിയുടെ കൊട്ടാരവും കിസ്റ കൈസറിന്റെ പരവതാനിയും ഞാൻ ഡെയിലി ഓരോന്ന് അപ്ഡേറ്റഡ് ആയിട്ട് കണ്ടിട്ട് ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് തങ്ങളുടെ മുഖം കണ്ടാൽ ഒന്നുമല്ല എന്ന് മനസ്സിലാവും. ഒന്നുമല്ല. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ടപ്പോൾ ഖത്താന ഐദിയഹുന്ന, സലീഖാന്റെ പെണ്ണുങ്ങന്മാര് വിരല് മുറിച്ചിട്ട് ആപ്പിൾ മുറിക്കേണ്ടതിന് വരെ വിരല് മുറിച്ച് ബ്ലഡ് പോയത് അറിയാതെ ബ്ലഡ് എങ്ങനെ പോയിട്ട് മരിച്ചിട്ടുണ്ട്. തങ്ങളെ ആറ്റം സൗന്ദര്യം ശരിക്കും ഒരാൾ കണ്ടിനെങ്കിൽ കത്തി ഹൃദയത്തിട്ട് കുത്തിയിട്ട് മരിച്ചാലും ചിലർക്ക് മനസ്സിലാവില്ല, ആ സൗന്ദര്യത്തിൽ മറന്നുപോകും. അതിനാണ് സൂഫി ഭാഷയിൽ ഫനാ എന്ന് പറയുക. ഐ ആം നത്തിങ് എന്ന ബോധത്തിലേക്ക് ശരിക്കും മങ്കൂസ് മൗലിദും പറയാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ മഹദൂമങ്ങളായതുകൊണ്ട് നമ്മളെ നാട്ടുകാരുടെ ഭാഷയിൽ പരമാവധി പറഞ്ഞ് നമ്മളൊന്ന് ഒപ്പിച്ച് വിടല. അത് പൊതുവെ ആ ഒരു കിതാബിന്റെ ഒരു സ്റ്റൈല് നമ്മൾ ഉള്ളറകളിലേക്ക് ചെന്നെത്താത്തോണ്ടുള്ള ഒരു പ്രശ്നമുണ്ട്. ഉദാഹരണത്തിന് സുബ്ഹാനല്ലദി അത്ലഅ ഫീ ശഹരി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദ്. തങ്ങൾ ജനിച്ചു എന്നാണ് ചുരുക്കത്തിൽ അതിൽ പറയുന്നത്. എന്നിട്ട് തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് സൗന്ദര്യ മത്സരത്തിൽ പ്രധാനമായിട്ടും ആദ്യ 2 സ്ഥാനം കിട്ടൽ മലപ്പുറം വെസ്റ്റ് ഈസ്റ്റിനാണല്ലോ, സൈറ്റുൽസൈൽ എന്ന പോലെ ചന്ദ്രനും ഫർക്കദ് എന്ന നക്ഷത്രത്തിനാണ് സൗന്ദര്യ മത്സരത്തിൽ പൊതുവെ ഗ്ലോബൽ ഇന്റർനാഷണൽ തലത്തിൽ ആദ്യ 2 സ്ഥാനം കിട്ടൽ. താങ്കൾ ജനിച്ച പിന്നെ എന്താ സംഭവിച്ചെന്നാ മങ്കൂസ് മൗലിദ് പറയണത്, അഹ്ജല കമറം വ ഫർക്കദ എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ 2nd 3rd നീങ്ങി എന്നല്ല അതിൻ്റെ അർത്ഥം. അഹ്ജലന്റെ അർത്ഥം നാണം കെട്ടുന്നാണ്. മത്സരത്തിൽ നിന്ന് പിന്മാറി, അയ്യേ, അതാണ് അതിൻ്റെ അർത്ഥം. അഹ്ജലന്റെ അർത്ഥം നാണം കെട്ടു. അതിന് നാടിന് ഉദാഹരണത്തിലേക്ക് വരാം. നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ പ്രാവശ്യം റബീഉൽ അവ്വലിന്റെ ലീവിനോ മറ്റോ പോയപ്പോൾ ഒരു കുട്ടി പ്രസംഗിക്കുന്ന കേട്ടു. അവന് കുറച്ച് സ്പോക്കൺ ഇംഗ്ലീഷ്, നമ്മളെ നാട്ടിൽ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിച്ചൊരു ഫലത്തിൽ കുറച്ച് കാണാവണ ഇംഗ്ലീഷ് അറിയാം. അവൻ്റെ പ്രസംഗ മത്സരം കേട്ടിട്ട് നമുക്ക് തന്നെ തോന്നി ദുബായിൽ നടക്കുന്ന ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ സ്പീച്ച് ഇംഗ്ലീഷ് അതിന് അവനെ കൂട്ടിയാലോ, എങ്ങനെയല്ലോ റിസ്ക് എടുത്ത് നാട്ടുകാരുടെ പിരിവെടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് അവനെ കൊണ്ടുവന്നു. ഓൻ കിട്ടിയ ചെസ് നമ്പർ എത്ര എന്ന് വെച്ചാൽ D ആണ്. D
എ ഉള്ളത് അമേരിക്കയിലെ ഒരു പയ്യനാണ്, ബി ഉള്ളത് ബ്രിട്ടനിലാണ്, സി ഉള്ളത് സ്വീഡനിലാണ്. ഇത് 3 ഇംഗ്ലീഷ് കേട്ടപ്പോൾ തന്നെ ഓൻ എന്താ ചെയ്യലെന്ന് വെച്ചാൽ സി വിളിച്ച പാടന്നെ മൂത്രയിക്കാൻ മുട്ടിട്ട് അങ്ങനെ പോകും. എന്തുകൊണ്ട് വെച്ചാൽ നമ്മളെ നാട്ടിലെ പിള്ളേരുടെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ വി കാൻ എന്നിട്ട് ഇംഗ്ലീഷിനൊന്നും പദമൊന്നുമില്ല, അടുത്ത് കിട്ടാത്തോണ്ടൊന്നും ഉടായിപ്പാൻ സാധിക്കും. എന്താ പറയുക, മത്സരിക്കൂല എന്നാണ് അതിൻ്റെ അർത്ഥം. അഹജല കമറം ഫർക്കഥ, തങ്ങളെ കാണലോടുകൂടി ചന്ദ്രൻ നാണം കെട്ടുപോയി. അയ്യേ, സൗന്ദര്യമില്ലാന്ന് ഫർക്കതിന് തോന്നണമെങ്കിൽ, കമറിന് തോന്നണമെങ്കിൽ തങ്ങളുടെ സൗന്ദര്യം എത്ര കടുപ്പായിരിക്കും. അതൊരു സാഹിത്യ പ്രയോഗമാണ്. മങ്കൂസ് മൗലവിദിനൊക്കെ ഒന്ന് മരിക്കണതിന് കുറച്ച് പഠിച്ചാൽ നന്നാവും. ഞാൻ നിങ്ങളോടൊരു റിക്വസ്റ്റ് നടത്താൻ ഇങ്ങനെ വിചാരിച്ചിരുന്നു. കുറച്ചൊക്കെ കുടുംബവും മറ്റെല്ലാം ആയി എന്ന് പൈസ ആയി തോന്നിയില്ലെങ്കിൽ കുറച്ച് പുറത്തേക്ക് നോക്കില്ല, ഇല്ലെങ്കിൽ മഹാനഷ്ടാട്ടാ. ഇനി പറഞ്ഞിട്ടില്ല പറയണ്ട. ഓക്കെ, ഇത്രയും സൗന്ദര്യമുള്ള ആളെന്തിനാ ഈ അത്തർ എടുത്ത് നടക്കണത്, ചീർപ്പെടുത്ത് നടക്കണത്, കണ്ണാടി എടുത്ത് നടക്കുന്നത്? തശ്രീ അല്ലി ഉമ്മത്തി നമ്മളെ പഠിപ്പിക്കുക. അപ്പൊ സുറുമിടണം, എണ്ണ തേക്കണം. എണ്ണയേക്കൽ സുന്നത്താണ്. യുസന്നു അല്ലി ഇജ്ജാന് എണ്ണ തേക്കണം. നമ്മൾ എത്ര ആളെ സുന്നത്ത് എടുക്കാറുണ്ട്? എണ്ണ തേക്കൽ എപ്പോഴാണ് സുന്നത്ത്? എപ്പോഴാണോ എണ്ണ തലയിൽ നിന്ന് താടിയിൽ നിന്ന് ഉണങ്ങണത് അപ്പോൾ എണ്ണ തേക്കൽ സുന്നത്തുണ്ട്. അപ്പോൾ ചൂട് കാലത്ത് എണ്ണ തേച്ചുകൊണ്ടിരിക്കൽ സുന്നത്തുണ്ട്. ചില ആൾ അവിടെ അർത്ഥം വെക്കൂ, യുസന്നു അല്ലി ഇജ്ജാന് റിബ്ബൻ എന്നാണ് ഫിഖിന്റെ കിതാബിലുണ്ടായി. ഇന്നർ എണ്ണ അയച്ചാൽ മറ്റന്നാണ് എണ്ണ അയക്കുക എന്നാണ് ചിലർ അർത്ഥം വെക്കൽ. ഇതെന്താ വെക്കേഷൻ ക്ലാസ്സാണ്? അങ്ങനൊന്നുമല്ല അതിൻ്റെ അർത്ഥം. എണ്ണ എപ്പോഴാണോ നമ്മുടെ തടിയിൽ നിന്ന് അല്ലെങ്കിൽ താടിയിൽ നിന്ന് ഉണങ്ങണത് അപ്പോൾ എണ്ണയക്കൽ സുന്നത്താണ്. അത് നല്ല നീയത്തോടെ തേച്ചാൽ കൂലി കിട്ടും. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, തങ്ങൾ വന്നപാട് വീട്ടിൽ നിന്ന് ഫസ്റ്റ് ചെയ്യൽ മിസ്വാക്ക് ചെയ്യും. ഫസ്റ്റ് തങ്ങൾ അതാ ചെയ്യും, മിസ്വാക്ക് ചെയ്യും. അപ്പൊ നമ്മളെ മീശയൊക്കെ ചുണ്ടിന്റെ ചുവപ്പ് കാണത്തക്ക വിധത്തിൽ ഉണ്ടാവണം. ജൂതന്മാരെ പോലെ മീശ വെക്കരുത്, മറ്റു മതസ്ഥരെ പോലെ മീശ വെക്കരുത്. ചില ആൾക്കാരൊക്കെ മൗലിദ് എല്ലിട്ട് ജ്യൂസ് കുടിച്ചിട്ട് പകുതി ജ്യൂസ് മീശന്റെ മേലുണ്ടാവും. ഡെക്കറേഷൻ ബൾബ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മീശ, എത്തട കഥ പായസവും മീശയും ഒന്നിച്ച് മോശമാണ്. ചുണ്ടിന്റെ ചുവപ്പ് കാണത്തക്ക വിധത്തിൽ മീശ വെട്ടണം. മീശ വടിക്കൽ കറാത്ത ചെയ്യരുത്. ഫിക്കിന്റെ കിത്ത ഷമായിൽ എപ്പോഴും ഫിക്ക് ടച്ചിൽ പഠിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് അള്ളാഹുലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. ഫിക്കാണ് അടിസ്ഥാനം, അതിന്റെ മേലെ ഒരു പറവയും പറക്കൂല. അതുകൊണ്ടാണ് കള്ളത്തൊരിക്കത്തുകാർ പഴച്ചു പോകും, അവർക്ക് ഫിക്ക് ഉണ്ടാവില്ല. ഇപ്പൊ നമ്മളെ വിഷയം അതല്ല, ഷമായിലേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരാശയം ഇതാണ്, നമ്മൾ പരമാവധി ഭംഗിയാണ്, പരമാവധി ഭംഗിയാണ്. ഒരടിമക്ക് കൊടുത്ത അനുഗ്രഹം ആ അടിമ ഉപയോഗിക്കുന്ന കാണാൻ അള്ളാഹ് ഇഷ്ടം. അപ്പൊ എനിക്കൊരു വാച്ച് ഉണ്ടെങ്കിൽ ആ വാച്ച് ഉപയോഗിക്കുന്ന കാണാനാണ് അള്ളാഹ് ഇഷ്ടം. മോതിരം ഉണ്ടെങ്കിൽ മോതിരം ഇടണം. ചില ആൾ ഇടൂല. എന്തുകൊണ്ട്? ഓൻ വിചാരിക്കും അതാ വലിയ സൂഫീസ് എന്ന്. അങ്ങനെ വിചാരിക്കരുത്. ഒരാൾക്ക് ഹലാലായ പണത്തിൽ നിന്ന് ഉപയോഗിക്കേണ്ട കാര്യം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കലാണ് അഫ്ളൽ. കീറിപ്പറഞ്ഞ ഡ്രസ്സ് ധരിച്ച സൂഫിയാക്കളില്ലേ എന്നാണ് സംശയമെങ്കിൽ അവർക്ക് ഒന്നിക്കൽ ഹലാലായ പണം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അത് സമ്പാദിക്കാനുള്ള വക ഉണ്ടായിട്ടില്ല. അതായിരിക്കും കാരണമെന്ന് മനസ്സിലാക്കണമെന്ന് ഹാദിൽ ഹാഇരീൻ ഇലാ റുസൂമി അഖ്ലാഖിൽ ആരിഫീൻ എന്ന ഗ്രന്ഥത്തിൽ ഇമാമുന ഷാറാനി റളിയല്ലാഹു അൻഹു പറയും. അപ്പോൾ നല്ല ഭംഗിയാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹ്ക്ക് ഭംഗി ഭയങ്കര ഇഷ്ടമാണ്. ചിലർ ഇസ്തിരി ഇടാണ്ട് നടക്കൂ, എന്നിട്ട് പറയും ഹൃദയത്തിലേക്കല്ലേ അള്ള നോക്കുന്നത്. അള്ള നോക്കിയെന്ന് തന്നെ തോന്നുന്നത് അതാ പുറത്തിങ്ങനെ ചുള്ളിട്ട് കിടക്കണം. ഉഡായിപ്പ് നടപ്പാക്കരുത്, വൃത്തിയിൽ നടക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി എൻ്റെ ഭാര്യ സുന്ദരിയാവണം എന്ന് വിചാരിക്കുന്ന പോലെ തന്നെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ സുന്ദരനും ആവണം. അത് സുന്നത്താണ്. ചില ഭർത്താക്കന്മാർ അത് ശ്രദ്ധിക്കൂല. ഉമ്മമാരിവിടെ വന്നവരുണ്ടെങ്കിൽ അവർ വിചാരിക്കണ്ടോ പറഞ്ഞോട് കുസ്താദെ ആ ചങ്ങായി അടിക്കുന്നുണ്ട് വിചാരിക്കണ്ട, ഉറപ്പല്ലേ? നമ്മൾ നല്ല സുന്ദരന്മാരായിട്ട് പോകണം, സുഗന്ധഭൂഷണം. ഏറ്റവും ചുരുങ്ങിയത് പുറത്തുനിന്ന് ഒരു ബബുളെങ്കിലും ഇട്ടിട്ട് ഒന്ന് വായാലും ഉഷാറാക്കിയിട്ട് പോകണം എന്നർത്ഥം. മനസ്സിലാകുന്നില്ലല്ലോ പറയുന്നു. അപ്പോൾ തജമ്മുൽ ഉണ്ടാവും. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നല്ലാഹ ജമീലുൻ, അള്ളാഹിന്റെ വിശേഷണങ്ങളൊക്കെ വളരെ ഭംഗിയുള്ളതാ. പൊറുക്കുന്നവൻ, മാപ്പ് നൽകുന്നവൻ, കരുണ ചെയ്യുന്നവൻ, സ്നേഹമുള്ളവൻ, കൃപയുള്ളവൻ. അള്ളാഹിന്റെ എല്ലാ വിശേഷണങ്ങളും ഭംഗിയുള്ളതാണ്. യുഹിബ്ബുൽ ജമാൽ, നമ്മളും നല്ല ഭംഗിയുള്ളവരാണ്. പരമാവധി ഭംഗിയുണ്ടാണ്. ഏറ്റവും കൂടുതൽ ഭംഗി കാണിക്കേണ്ടത് നിസ്കരിക്കുമ്പോഴാണ്. ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്, ഏറ്റവും കൂടുതൽ ഭംഗിയാവേണ്ടത് നിസ്കരിക്കുമ്പോഴാണ്. ലുങ്കിയും കാർഗിൽ യുദ്ധത്തിൽ വെടിയേറ്റ 4 ദ്വാരങ്ങളുള്ള ബനിയൻ, ഇനി പെഹൽഗാമാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ, പ്രശ്നമൊന്നുമില്ല. അതൊക്കെ മതിയാക്കും. ഉറങ്ങും പെട്ട് ഒരു ഡ്രസ്സും നിസ്കരിക്കും വിടൂല എന്ന് നിർബന്ധം പിടിക്കാൻ.
അതൊക്കെ ഒരു സ്നേഹമാണ്. ഈ അടുത്ത് നമ്മുടെ ഒരു ഉസ്താദ് പറഞ്ഞ ഓർമ്മയുണ്ട് എനിക്ക്. അത് വലിയ സംഭവിച്ചൊന്നുമല്ല ഞാനിവിടെ അവതരിപ്പിക്കണത്. ഉസ്താദ് പറഞ്ഞു, ഞാൻ ചകിരി തേച്ചിട്ട് കുളിക്കൽ വെള്ളിയാഴ്ച മാത്രമാണ്. ഞാൻ ചോദിച്ചാൽ എന്താ ഉസ്താദ് അങ്ങനെ പറയാൻ കാരണം? എല്ലാ ദിവസവും കുളിക്കും സോപ്പ് വയ്ക്കും ഒക്കെ ശരി, പക്ഷെ വെള്ളിയാഴ്ചനെ ബഹുമാനിച്ചോണ്ട് ഞാൻ ചകിരി ഉപയോഗിക്കും. കേട്ടോ, ഇവർ ആ വെള്ളിനോടുള്ള ഒരു ആദരവ് കാണിക്കുന്നതാണ്. അത് ഒരു ഉള്ളിലുള്ള ബഹുമാനം. അത്ര അതിനെ കുറിച്ച് പറയാനുള്ള. ഇനിയിപ്പോൾ കുറെ ഷർഹും കിതാബൊന്നും ഇവിടെ വിശദീകരിക്കാൻ കഴിയില്ല. അത് അവരവരുടെ ഹൃദയത്തിൽ അവരവർക്ക് തോന്നുന്ന ഒരു ബോധ്യം, അത്ര അതിന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ജമാലിയത്ത് കീപ്പ് ചെയ്യണം. ഭംഗി ഉണ്ടാവണം എല്ലാത്തിലും, നല്ല ഭംഗി വസ്ത്രത്തിൽ. പൊതുവെ ചില ആൾക്കാർ 4 ജോഡി അലക്കാനുണ്ടെങ്കിൽ ഇന്ന് അലക്കിയിട്ടും ഇല്ലടങ്ങ് പോകാനുണ്ട്, അലക്കാൻ സമയമില്ലെങ്കിൽ എന്തെങ്കിലും വെച്ചാൽ ഈ 4 തമ്മിൽ ഭേദം തൊമ്മനെ ഏതാനോ എടുത്തിട്ട് പോകും. UAE-ലല്ല പറയുന്നത്, ഞാൻ കുറച്ച് ദിവസം കൂടി ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. UAE-ലല്ല, പൊതുവെ മറ്റു രാജ്യങ്ങളിൽ ഇത് കാണും. അത് സംഭവിക്കരുത്. നിസ്കാര കുപ്പായൊക്കെ കുറച്ച് അധികം ഉണ്ടാവണം. എൻ്റെ നാട്ടിൽ നിന്ന് ഇപ്പം അടുത്ത് ഒരു സ്ത്രീ മരണപ്പെട്ടു. അല്ലാഹുവിന്റെ ഖബർ സ്വർഗ്ഗമാക്കട്ടെ. ഇന്ന് നമ്മുടെ വേണ്ടപ്പെട്ട പലരും, സിറാജിന്റെ സബ് എഡിറ്റർ, എൻ്റെ നാട്ടിലെ പൂവർ സർക്കിളിന്റെ ഭാരവാഹി, അങ്ങനെ പലരും മരിച്ചു. അവരൊക്കെ ഖബർ അല്ലാഹു സ്വർഗ്ഗമാക്കട്ടെ. ആ ഉമ്മ 85-ാം വയസ്സിലാണ് മരണപ്പെടുന്നത്. 85. അവര് മരണരോഗത്തിൽ കിടക്കുമ്പോൾ ഓരോ ദിവസവും 10 ജുസു ഖുർആൻ ഓതും. ആ പെണ്ണുങ്ങൾക്ക് 5 നിസ്കാരക്കുപ്പായുണ്ട് അത്ര. ഒരു 1.5 ദിവസം ആ പെണ്ണുങ്ങൾ നിസ്കാരക്കുപ്പായ ഉപയോഗിക്കും. അത് 1.5 ദിവസം അത് ഈങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല, അലക്കാനായിട്ടുണ്ടാവില്ല, എന്നാലും മാറ്റും. അള്ളാഹിന്റെ മുമ്പിലല്ലേ നിൽക്കുന്നതെന്നാണ് ഒരു പറയുന്ന കാരണം. സുഗന്ധമൊക്കെ പൂശിയിട്ട് നിസ്കരിക്കുള്ളൂ. ഒരു മരണപ്പെടുമ്പോൾ എൻ്റെ പെങ്ങളുണ്ടായിരുന്നു, എൻ്റെ ജ്യേഷ്ഠത്തി ഉണ്ടായിരുന്നടുത്ത്. എൻ്റെ പെങ്ങളാണ് എനിക്കിത് പറഞ്ഞത്. ഉറക്കെ ദിക്റും ചൊല്ലിയിട്ട് ഒരു പോയി. ഞാൻ ഇത്താത്തനോട് പറഞ്ഞു, ഒരു പക്ഷെ അള്ളാഹു ആ നിസ്കാരത്തെ ആദരിച്ചുകൊണ്ടായിരിക്കും ഇതൊക്കെ അള്ളാഹു കൊടുത്തിട്ടുള്ളത്. എനിക്കറിയില്ല, നമ്മളൊരു ഗസ്സിങ് വെച്ച് പറഞ്ഞത്. ഇമ്മത്തിൻ്റെ ഇബാറത്തുകളിൽ നിസ്കാരം നിർവഹിക്കുമ്പോൾ നമ്മൾ ധരിക്കുന്ന ഡ്രസ്സുകൾ, നമ്മൾ നാട്ടിലൊക്കെ ഇപ്പം അൽഹംദുലില്ലാ എല്ലാ രാജ്യത്തുനിന്നും നിസ്കരിക്കാൻ വരുന്നുണ്ട്. പോർച്ചുഗൽ അല്ലേ, ക്രിസ്ത്യാനാണ് പോർച്ചുഗൽ, മെസ്സി, എല്ലാ രാജ്യത്തും നിസ്കരിക്കാൻ പിള്ളേർ വരുന്നുണ്ട്. അതിലൊരു വൃത്തികേട്. ശരിക്കും വേറൊരാളുടെ കോൺസെൻട്രേഷൻ കളയുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് വലിയ കുറ്റം കിട്ടും. ഉദാഹരണം പറഞ്ഞുതരാം. ബിദഅത്തുകാരനെ തുടർന്ന് നിസ്കരിക്കൽ കറാഹത്ത്, ബിദഅത്തുകാരനെ ഇമാമായിട്ട് നിശ്ചയിക്കൽ ഹറാമും. കറാത്ത് ചെയ്യിപ്പിക്കുമ്പോൾ കറാത്ത് മാത്രമല്ല ആവുക, വേറൊരാളുടെ നിസ്കാരത്തിന്റെ ശ്രദ്ധ തെറ്റുന്ന രീതിയിൽ നമ്മൾ ഡ്രസ്സ് ധരിച്ചാൽ നമുക്ക് കുറച്ച് കടുപ്പായിരിക്കുണ്ടാവും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ? ഇല്ലെങ്കിൽ എനിക്ക് തന്നെ നല്ല അടുത്തൊല്ലി ഇതന്നെ പറയാൻ മനസ്സിലാകുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ എന്താ, ഒന്നാമത്തെ എന്തായിരുന്നു? അത് 2 മഹബത്ത്. വെരി ഗുഡ്. ജമാലല്ല, തജമ്മുൽ. ജമാൽ നമ്മൾ പണിയെടുക്കുന്നതിനാണ് തജമ്മുൽ. മനസ്സിലായല്ലോ അല്ലേ? പരമാവധി ഗ്ലാമറാണ്. ഈ ഗ്ലാമർ ആകുന്ന സമയത്ത് നമുക്ക് നല്ല നിയ്യത്ത് ഉണ്ടാവണം. ഉദാഹരണത്തിന് സുഗന്ധം പൂശുന്ന സമയത്ത് 4 സുന്നത്തിന്റെ കൂലി കിട്ടും. ഉദാഹരണം, തങ്ങളുടെ സുന്നത്ത് എടുക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ശരീരം ഭംഗിയാക്കുന്നു 2, മറ്റുള്ളവർക്ക് എന്നെ കൊണ്ട് സുഗന്ധം കിട്ടുന്നു 3, പള്ളി മജ്ലിസ് ICC ആളാവാം ചിലപ്പോൾ, അത് ഭംഗിയാക്കുന്നു 4. കണ്ട, അങ്ങനെ 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 ഒരു സുന്നത്തിന് 4 കൂലി. ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അത് വിശദീകരിക്കുന്നുണ്ട്. കേട്ടോ, 4 കൂലി ഒറ്റ സുന്നത്തിന്. അതേ സുന്നത്ത് തകിടം മറിയുകയും ചെയ്യും. എങ്ങനെ? ഇതും റാസി ഇമാം റഹിമഹുല്ലാഹ് തന്നെ പറയുന്നത്. തകിടം മറിയും. എങ്ങനെ? മോശം നിയ്യത്ത് അയാൾക്കുണ്ടായി, മോശം നിയ്യത്തുണ്ടായി. എങ്ങനെ മോശം നിയ്യത്ത് ഉണ്ടാവുക? ഉദാഹരണം എന്തോ പറയും, ഒരാൾക്ക് അത്തർ പുരട്ടുന്ന സമയത്ത് ഒരു എന്താ പറയാ, ഹൈപ്പോക്രസി, ഒരു വാനിറ്റി, പൊങ്ങച്ചം. ഉദാഹരണം പറഞ്ഞാല്, ഇത് എവിടുന്ന ഈ അത്തർ കിട്ടിയെന്ന് ആരോ ചെറിയ മുത്താലിമോ ചെറുപ്പക്കാർ RC ആരോ കൂട്ടുകാരും ചോദിച്ചു, ഇതിന്റെ ലോകം എന്നല്ല, ഇതൊക്കെ അത്തർന്ന് വരുന്നത്. അങ്ങനെ ഉണ്ടോ ചില? അയാൾ ആഖിറത്തിൽ വരുമ്പോ അന്തനുമിനൽ ജീഫ, ചത്ത ശവം ദുർഗന്ധം എങ്ങനെയാണോ ശവത്തുനിന്ന് വരുന്ന അതിനേക്കാൾ ദുർഗന്ധം ഉണ്ടാവുന്ന മഹാന്മാര് പറയുന്നുണ്ട്. അതെ, ഇതേടുന്നാന്ന് 4 ആള് ചോദിക്കണം. എന്നിട്ട് പറയാ, കുറച്ച് വേണമെങ്കിൽ തരാം, അല്ലെങ്കിൽ തീർന്നാൽ കുപ്പി തരാം. കുപ്പി എടാ, അങ്ങനെ ഒരാൾക്ക് ദുർചിന്ത ഏതെങ്കിലും സുഗന്ധം കൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾ വരുമ്പം തന്നെ ചത്ത ശവത്തിനേക്കാൾ ദുർഗന്ധം ഉണ്ടാവുന്ന ഇമാം ഫഖറുദ്ദീൻ റാസി തന്റെ തഫ്സീറുൽ കബീറിൽ പറയും. അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഭംഗിയാവേണ്ടത് നല്ലതിന്.
ഭംഗിയാവൽ കിബറാവോ എന്ന ആശങ്ക സ്വഹാബത്തന്നെ ചോദിക്കുന്നുണ്ട്. എന്ത് കിബറാവാനാ? നമ്മൾ നല്ല വസ്ത്രം ധരിക്കണം, എപ്പോഴും വളരെ ഭംഗിയിലായിരിക്കും. അപ്പോൾ ഒന്ന് അത്, രണ്ട് തജം. മൂന്നാമത്തത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട മൂന്നാമത്തെ ഒരു കാര്യം ഹയാ ആണ്. അത് ഭയങ്കര ഭംഗിയാണ്. നേരത്തെ പറഞ്ഞത് പുറത്തുള്ള ഭംഗിയാണ്, ഇപ്പൊ പറയുന്നത് ഉള്ളിലുള്ള ഭംഗി. നല്ല ലജ്ജ ഉണ്ടാണ് ജീവിതത്തിൽ. ലജ്ജ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെല്ലോ പറയാൻ പാടില്ല വാക്ക്. നമ്മളെ നാവിന് നല്ല ഹയാ കീപ്പ് ചെയ്യണം. സെക്സ് പറയുന്ന ആളുടെ ഫോർ ഫാദേഴ്സോ ജനറേഷനോ ജനിക്കുന്ന മക്കളോ ഉപ്പാപ്പമാരിൽ ആരെങ്കിലോ ഒരാളെങ്കിലും വ്യഭിചരിക്കുന്ന ആളുണ്ടാവും. ഒരാളെങ്കിലും ഷുവർ ഒരാളെങ്കിലും വ്യഭിചരിക്കുന്ന ആളുണ്ടാവും. അതെപ്പോഴും ശ്രദ്ധിക്കണം. അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അശ്ലീലം പറയരുത്. നമ്മുടെ ജീവിതത്തിൽ നല്ല ഹയാ ഉണ്ടാകണം. റൂമിൽ വാഷ് ബേസിൻ്റെ അടുത്തുനിന്ന് പിന്നെ താടി മീശയും ശരിയാക്കുക, കക്ഷൻ ശരിയാക്കുക വളരെ മോശമാണ്. ഒക്കെ വൃത്തികേടാണ്. ഒക്കെ ഹയാ ഉണ്ടാണ് ജീവിതത്തിൽ. എപ്പോഴും കുപ്പായിടാണ്ട് നടക്കരുത്. ചിലപ്പോൾ മെഹ്റം തന്നെ ആയിരിക്കും വീട്ടിലുണ്ടാവും, ഭാര്യ ഉമ്മയൊക്കെ ആയിരിക്കും, എന്നാലും ഹയാ ഉണ്ടാണ്. അതെ, 15 ആൾക്കാർ ഉള്ള കൊടുക്കേണ്ട പൈപ്പ്, ഒന്നാമത്തെ പൈപ്പിൽ നിന്ന് ഉള്ള കൊടുക്കുമ്പോൾ ഹാന്നാക്കിയിട്ട് തുപ്പിയ 14 ആൾ കഫം കാണും. അത് മോശമാണ്. ഇതൊന്നും ബയോളജിയിൽ നിന്ന് കിട്ടൂല. മോശമാണ്. ഹയാ കീപ്പ് ചെയ്യും. ആൾക്കാരും ഇത് തുമ്മുന്ന സമയത്ത് നല്ലോണം എത്ര സൗണ്ട് കുറക്കാൻ പറ്റും അത്രയും സൗണ്ട് കുറക്കണം. ഒരാളുടെ ദേഹത്ത് നമ്മുടെ ഉമ്മതിയിൽ തെറിക്കാൻ പാടില്ല. അത് നമ്മൾ കീപ്പ് ചെയ്യണം. നല്ല വൃത്തി ഉണ്ടാണ്. കോട്ടുവായിടുമ്പോൾ ശബ്ദം ഉണ്ടാക്കൽ കറാത്തും ഇബിലീസിന് ഇഷ്ടമാണ്. ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഉദാഹരണത്തിന് കാണിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇതാ ഹാന്നാക്കിയിട്ട് അത് ചെയ്യരുത്. കോട്ടുവായിടുമ്പോൾ എന്നെ പരമാവധി പിടിച്ചു നോക്കണം. ആൾക്കാരും പിന്നെ മൂക്ക് പിഴിയുമ്പോൾ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. അതാണ് തങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അബഅദന്നാസ്ന്ന് ഷമായിൽ കാണാം, ദൂരെ പോകും. അപ്പം നമ്മൾ മൂത്രമൊഴിക്കാനൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് ദൂരെ പോകണം. അത് വിജനമായ സ്ഥലമാണെങ്കിൽ, പിന്നെ അടുപ്പിച്ച് ടോയ്ലറ്റ് ആണെങ്കിൽ നമ്മൾ മൂത്രമൊഴിക്കാൻ പോയാൽ ഉടനെ ചെയ്യേണ്ടത്, ഈ കാലത്ത് ചെയ്യാൻ പറ്റുന്നത് വേഗം പൈപ്പ് തിരിച്ചിടുക, ബക്കറ്റിൽ ശബ്ദം ആക്കുക. നാട്ടിലൊരു ഉദാഹരണം പറയും. കാരണം നമ്മൾ മൂത്രമൊഴിക്കുന്ന സൗണ്ടൊന്നും അപ്പുറം കേൾക്കരുത്. നല്ല ലജ്ജ. അങ്ങനെയാണ്. ഞാൻ പിന്നെ ഇല്ലു പറയൂ, എൻ്റെ മനസ്സിലൊന്നുമില്ല, തലയിലുമില്ല. അങ്ങനെ പറ്റൂല. പറയരുത്. സെക്സ് പറയുന്ന ആളുടെ ജീവിതം ഭയങ്കര അപകടമായിരിക്കും. ചിലയാൾക്ക് ഇതാ ക്ലാസ് എടുക്കാതെ ഭയങ്കര പണി. തമ്പിലേനെ കിട്ടാൻ വ്യൂവേഴ്സ് കൂടുമല്ലോ. ചില ആൾ ഇന്നലെ മദീനയെ കുറിച്ച് ഇന്ന് മറ്റേതോ ക്ലാസ് എടുക്കുക. ദവാ കോളേജ് മിക്സഡ് എക്കോണമി ഒറ്റ അടിക്കണ്ടല്ല. അത് ചെയ്യരുത്. നമ്മുടെ ജീവിതത്തിൽ അതൊന്നും ഉണ്ടാകും. നമ്മൾ നല്ല വൃത്തി കീപ്പ് ചെയ്യണം ജീവിതത്തിൽ. മനസ്സിലാവുന്നില്ലേ? ശരിക്കും തങ്ങൾ ഒന്നിലധികം കല്യാണം കഴിച്ചതിൻ്റെ കാരണം തന്നെ ലജ്ജയാണ്. ഒന്നിലധികം കല്യാണം കഴിച്ചത് ലജ്ജ. അതെങ്ങനെ? അതെ, ഈ ശരിക്കും തങ്ങൾക്ക് സ്ത്രീകൾ റിലേറ്റഡ് ആയ ഹൈല് നിഫാസ് ഇസ്തിഹാലത്ത് മസല ഇതേപോലെ സ്വഹാബത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ക്ലാസ് എടുക്കാൻ ഹയാൽ. അതേ സമയത്ത് ഈ മസല പുറത്ത് എത്തുമ്പോൾ അതിന് അള്ളാഹു കൊടുത്ത ട്രിക്കാണ്. വിവിധ അനുഭവങ്ങളുള്ള ഭാര്യമാരുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് പറഞ്ഞാൽ അത് കഴിയാൻ മതിയല്ലോ. അത് ശുദ്ധിയാക്കാൻ മതി. 3 അങ്ങനെ പറഞ്ഞാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് സ്വഹാബത്തിനോട് പറയുമ്പോൾ ഇങ്ങനെ പച്ചയായിട്ട് അവർക്ക് അനുഭവം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കണം. പെണ്ണുങ്ങളായതും ഭാര്യ ആകുമ്പോൾ പിന്നെ അങ്ങനെ ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്താൽ മതി. ഭാര്യമാർ അവരുടെ നെയ്ബേഴ്സിനോടും ഫ്രണ്ട്സിനോടൊക്കെ മസല പറഞ്ഞു കൊടുക്കും. അവരവരുടെ ഭർത്താക്കന്മാരായ സ്വഹാബത്തിനോട് പറയും. അതുവഴി ഇസ്ലാം പുറത്തെത്തുകയും ചെയ്യും. ഞാനായിട്ട് തുറന്നു പറയൂല. അതാ തങ്ങളുടെ നിലപാട്. കേട്ടോ? അങ്ങനെയാണ്. തങ്ങളൊരു ഹദീസ് പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കുന്ന നോക്കി. നിങ്ങൾ ഒരു ഹദീസ് പറയുമ്പോൾ എങ്ങനെ പറയുന്നത്? നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ, നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ ഫലാ യഗ്മിസ് യദഹു, കൈ നിങ്ങൾ ഒരിക്കലും വെള്ളത്തിൽ മുക്കരുത്. ഉറങ്ങണീച്ച പാട് 2 കൊല്ലത്തിൽ കുറവുള്ള വെള്ളത്തിൽ മുക്കാൻ പാടില്ല, കറാത്താണ്. അതിന് കാരണം എന്താ വെച്ചാൽ ഉറങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മളെ കൈ മൂത്രമൊഴിക്കുന്നിടത്തോ മറ്റൊക്കെ പോയിട്ടുണ്ടാവും, ചൊറിഞ്ഞിട്ടുണ്ടാവും, ഒരു തുള്ളി മൂത്രമായിട്ടുണ്ടാവും. 2 കൊല്ലത്തിൽ കുറവുള്ള വെള്ളത്തിൽ നജസ് മുലാഖാത്താവലോടുകൂടി ടച്ച് ചെയ്യലോടുകൂടി വെള്ളം നജസായി പോകും. അതാണ് അതിൻ്റെ കാരണം. പക്ഷെ തങ്ങൾ നമ്മൾ പറയുന്ന പോലെ മൂത്രമൊഴിക്കുന്ന സ്ഥലമൊന്നും പറയൂല. തങ്ങൾ എന്താ പറയുന്നത് നോക്കണേ? നിങ്ങൾ ഉറക്കത്തിൽ നിന്നുണർന്നാൽ കൈ വെള്ളത്തിൽ മുക്കരുത്. ബിക്കോസ് അതിന് കാരണം തങ്ങൾ പറയുന്ന നോക്കണേ, ഫൈന യദഹു യദ്രി ബാത്തത്ത്, കൈ രാത്രി എവിടെ ഉറങ്ങിയത് എന്നറിയില്ല. ഇറ്റ് വെരി സ്റ്റാൻഡേർഡ് ലാംഗ്വേജ്. എന്താ ഭാഷ! കൈ രാത്രി എവിടെ ഉറങ്ങിയത് എന്നറിയില്ലല്ലോ. എന്താ ഭാഷ ശുദ്ധി! കണ്ടങ്ങൾ അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. അങ്ങോട്ട് പറഞ്ഞുകൂടാൻ പാടില്ല. ലജ്ജ കീപ്പ് ചെയ്യണം ജീവിതത്തിൽ. അതുകൊണ്ടാണ് ശരിക്ക്
ഹദീസ് നോക്കുക, അൽ ഈമാനു ബിളുഉൻ വസബ്ഉന ശുഅബ, ഈമാൻ 70 ചില്ലാനം ശാഖകളുണ്ട്. ഈമാൻ 70 ചില്ലാനം ശാഖകളുണ്ട്. അതിൽ ഏറ്റവും ടോപ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും ലാസ്റ്റത്തത് വഴിയിലുള്ള തടസ്സം നീക്കൽ, ഏറ്റവും ലാസ്റ്റത്തത്. പിന്നെ പറയാ വൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ, ഈമാന്റെ ഒരു പാർട്ടാണ് ലജ്ജ. അങ്ങനെ പ്രത്യേകിച്ച് ലജ്ജ പറഞ്ഞത് പറയുന്നത് പിന്നെ 70 ഫുള്ളും പറയാം, അല്ലെങ്കിൽ ഒന്നും പറയാണ്ട് ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും പറയാം. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ 26 അക്ഷരമുണ്ട്. ഫസ്റ്റത്തെ അക്ഷരം എ ആണ്, ലാസ്റ്റത്തെ അക്ഷരം സെഡ് ആണ്, പിന്നെ എൻ ഒരു അക്ഷരമാണ് കേട്ടോ ഇംഗ്ലീഷ് മാല. അതിന് എൻ മാത്രം പറഞ്ഞു, അതിന് നാണക്കേട് മാത്രം പ്രത്യേകിച്ച് പറഞ്ഞത്. എം ഉണ്ട്, പി ഉണ്ട്, ക്യൂ ഉണ്ട്, ഇപ്പുറത്തെ സൈഡിൽ എച്ച് ഉണ്ട്, എഫ് ഉണ്ട്, ജി ഉണ്ട്. അതെന്താ പറയാത്ത? അതെന്താന്ന് വെച്ചാലേ വൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ എന്ന് പറയാൻ കാരണം ലജ്ജ ഉണ്ടെങ്കിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഓനിക്ക് ഈമാൻ 1-ാം സ്ഥാനത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കും വഴിയിലുള്ള തടസ്സം നീക്കലിലേക്കും ഓൻ എത്തിക്കോളും. ഹയാ ഉണ്ടെങ്കിൽ വേറെ ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദാറ്റ്സ് ഇനഫ്. ഞാൻ എങ്ങനെയാണ് അവനോട് ചെയ്യുക? ആ ബോധം ഉണ്ടെങ്കിൽ എന്തിനാ CCTV പോലീസ് പലതിയാലോ? അതുണ്ടായ പോലെ ഒരാൾക്ക് അതുണ്ടെങ്കിൽ എന്തിനാ ഈമാന്റെ ശോഭയിൽ ഈമാൻ ഫുള്ളും തലയണം? വേണ്ട, ആ ബോധം ഉണ്ടായ പോലെ ഉണ്ടായ പോലെ ജീവിതത്തിൽ. അപ്പൊ ഭാര്യനോടാണ് അത് തന്നെ തങ്ങൾ പറയുന്നത്. തങ്ങളെ കുറിച്ച് ആയിഷ ബീവി പറയുന്നുണ്ടല്ല, എൻ്റെ ഔറത്ത് തങ്ങളോ തങ്ങളുടെ ഔറത്ത് ഞാനോ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെ ഹയാ എപ്പോഴും കീപ്പ് ചെയ്യണം. ഹയാ ജീവിതത്തിലുള്ള ആൾക്ക് അള്ളാഹു വലിയ ഖൈർ കൊടുക്കുന്ന ഹദീസിൽ കാണാം, അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ. ഹയാ ഉള്ള ആൾക്ക് ജീവിതത്തിൽ ഭയങ്കര ബർക്കത്തായിരിക്കും. അതാണ് മൂന്നാമത്. ഒന്നെന്തായാലും 2, 3, നാലാമത്തത് സക്കീനത്ത്. സക്കീനത്ത് സക്കീനത്ത് എന്ന് പറഞ്ഞാൽ തങ്ങൾ ഭയങ്കര സക്കീനത്തിൻ്റെ ആളാണ്. അതിന് നമുക്ക് ഇങ്ങനെയും പറയാം, ഹദീസിൽ ഇങ്ങനെ തന്നെ ഉണ്ട്, കാന അർഫഖന്നാസ്, വളരെ സോഫ്റ്റാണ് തങ്ങൾ, വളരെ സോഫ്റ്റാണ്, സമാധാനമാണ് തങ്ങൾക്ക് ഇഷ്ടം. ഒച്ചപ്പാടുകൾ തങ്ങൾക്ക് ഇഷ്ടമല്ല. ശരിക്കും പറഞ്ഞാൽ ഒച്ചപ്പാട്, ചോറെടുക്ക് മറ്റിയെടുക്ക്, ഉംറ കയറ് വണ്ടി കൊണ്ട് സ്പീഡാക്കുക, അങ്ങനെ പരിപാടി തങ്ങൾക്ക് ഇഷ്ടമല്ല. മെല്ലെ കണ്ട അസ്ഫർക്ക കാപ്പി അല്ലെങ്കിൽ വെള്ളം വിതരണം ചെയ്യുന്നുണ്ട്, മെല്ലെ അങ്ങനെ ചെയ്യണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയും, മെല്ലെ ചെയ്യാൻ പറ്റും, മെല്ലെ ചെയ്യണം. ഒരു സദസ്സിനെ കൊളാക്കി വിടരുത് എന്നർത്ഥം. മെല്ലെ ചെയ്യണം, എല്ലാം മെല്ലെ ചെയ്യണം. ഇതൊക്കെ നമ്മൾ ഷമായിൽ പഠിച്ച മനുഷ്യന് ഇനി വേറെ ഒന്നും വേണ്ട. മെല്ലെ സംസാരിക്കുക, മെല്ലെ എല്ലാം മെല്ലെ ചെയ്യുക, അതാണ് വേണ്ടത്. ഒരിക്കൽ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് സ്വഹാബത്ത് പോകുമ്പോൾ വാഹനത്തിന്റെ ഒച്ചപ്പാടുകളൊക്കെ ഓവറായ സമയത്ത് തങ്ങൾ പറഞ്ഞു, അലൈക്കും ബി സക്കീന. എന്താ സ്വഹാബത്തെ ഈ ശബ്ദ കോലാഹലങ്ങൾ? മെല്ലെ, അതാ തങ്ങൾക്ക് ഇഷ്ടം, മെല്ലെ. ഈ ജഗബോഗ എന്ന് പറയുന്നത് അഭിമാനമായിട്ട് കൊണ്ടു നടക്കുന്ന കുറേ ആളുണ്ട്. എന്നിട്ട് അവരെ പറ്റിയിട്ട് പറയുകയും ചെയ്യും, ഓന് അബുദാബിയിൽ നിന്ന് പോയ പിന്നെ ഒന്നും ഒച്ചപ്പാടില്ല, നല്ലതാന്ന് ചെങ്ങായി പോയത്, ശരിക്കും നല്ലത്. നമ്മൾ വിചാരിക്കും ഭയങ്കര സമയം ഒച്ചപ്പാടാക്കാതെ മെല്ലെ വർക്ക് ചെയ്യുക. ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് മണലിലൂടെ നടന്നവനെ പോലെ ആവണമെന്ന. മണലിലൂടെ നടന്നാൽ അയാൾ അബുദാബിയിൽ ഉണ്ടായതിന് കുറേ അടയാളങ്ങൾ ഉണ്ടാവും, പക്ഷെ ഒച്ചപ്പാടുണ്ടാവില്ല. മണലിലൂടെ നടന്ന ഒച്ച ഉണ്ടാവും ഇല്ല എന്ന് ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജാമിഉൽ ഉലൂം വൽ ഹികമിൽ പറയുന്നുണ്ട്, മണലിലൂടെ നടന്നവനെ പോലെയാണ്. എല്ലാം നമ്മൾ ബിഹൈൻഡ് ഓഫ് ദി കർട്ടൻ ചെയ്യണം. നമ്മളായിട്ട് ശബ്ദ കോലാഹലങ്ങളൊന്നും നടത്തരുത്. തങ്ങൾക്കത് ഇഷ്ടമല്ല. ഇന്ന അൻകറൽ അസ്വാത്തി ലസൗത്തുൽ ഹമീറിന്റെ തഫ്സീറിൽ കാണാം, അനാവശ്യമായിട്ട് ശബ്ദം ഇടുന്ന ആളെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ശരിക്കും അത് മദീന നമുക്കതൊരു കൾച്ചർ പഠിപ്പിക്കാനുള്ള നാടും കൂടിയാണ്. മദീനയിൽ നിന്ന് ഒച്ചപ്പാടാക്കാൻ പാടില്ലല്ലോ. മദീനയിൽ നിന്ന് റാക്കിൽ വെച്ചിരിക്കുന്ന ചെരുപ്പ് താഴെ ഇട്ടിട്ട് ആ ശബ്ദം റൗള കേൾക്കാൻ പാടില്ല എന്നാണ്. അത്രയും ശബ്ദം സൈലന്റ് ആവണമെന്നാണ് കേട്ടാ. ശരിക്കും കള്ളുപിടിച്ച ഹറാമേ ഉണ്ടാവും, വ്യഭിചരിച്ച ഹറാമ്. മദീനയിൽ നിന്ന് അദബ് കേട് വന്ന പ്രായപൂർത്തിയായ ശേഷം ചെയ്ത മുഴുവൻ അമലും ബാത്തിലും. സൗദിയിലെ മുത്തവ്വമാരെ കൺവെട്ടിച്ചുകൊണ്ട് പ്രവാചക പ്രേമികൾ റബീഉൽ അവ്വലിന്റെ 12-ാം പുലരിയിൽ ചൊല്ലിയ ദിക്ർ എന്താണ് മൗലിദ് നിങ്ങൾ കണ്ടു നോക്കൂ. എന്നിട്ട് സർവ്വവട്ടമാറും സ്റ്റാറ്റസും വെക്കും. അതൊന്നും ശരിയല്ല. ആടുന്ന് അങ്ങനെ ആവേശമല്ല വേണ്ടത്, അവിടെ ആദർശ ബോധമാണ് വേണ്ടത്. എൻ്റെ ശബ്ദം ഉയർന്നു പോകുമെന്ന് പേടിച്ചിട്ട്
വീട്ടിൽ റൂമിൽ പൂട്ടിയിട്ട് കുത്തിയിരുന്ന ആളാണ് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. ഓറ അയച്ചു കൂട്ടാൻ വേണ്ടിയിട്ട്. കൂട്ടാൻ പോയ സ്വഹാബിമാരോട് പറഞ്ഞത്, ഞാൻ ഓൾറെഡി നല്ല ലൗഡിൽ സംസാരിക്കുന്ന ആളാണ്, ഇതുവരെയുള്ള അങ്ങനെ ഏതായാലും പോയിട്ടുണ്ടാവും, ഉള്ളത് ഇനി അടുന്നോട്ടെ, ഞാനിനി ഇല്ല. കണ്ട ആ സ്വഹാബിൻ്റെ പേടിയാണ്. ശബ്ദം ഉയർത്തരുത്, മെല്ലെ സംസാരിക്കുക. എപ്പോഴും തങ്ങൾ ദൂരത്തുള്ള ഒരാളെ വിളിക്കാനുണ്ടെങ്കിൽ രണ്ടിലൊന്നാ ചെയ്യുക. ഒന്നുകിൽ അങ്ങോട്ടേക്ക് പോകും അയാളെ വിളിക്കാൻ, അല്ലെങ്കിൽ ഒരാളോട് പറയും ആ മോനൊന്ന് അബ്ദുല്ലാനൊന്ന് വിളിച്ചാൽ മതി, അങ്ങനെ പറയും. അല്ലാണ്ട് രാജവേ ഭയങ്കര മുട്ടലും കുട്ടലൊന്നും ഉണ്ടാവില്ല, ആ പരിപാടിയൊന്നുമില്ല. അപ്പം നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോർ അടക്കുമ്പോൾ മെല്ലെ അടക്കണം, കാറിൻ്റെ ഡോർ അടക്കുമ്പോൾ മെല്ലെ അടക്കണം, ഫ്ലഷ് അടിക്കുന്ന സമയത്ത് മെല്ലെ, പൈപ്പ് തിരിക്കുമ്പോൾ മെല്ലെ, ടിഷ്യൂ വലിക്കുമ്പോൾ 2 എണ്ണം ആവശ്യം കഴിഞ്ഞാൽ മതിയാക്കുക. പ്രവാസിയാൽ വലിക്കരുത്, മെല്ലെ ആവശ്യമുള്ളത് മാത്രം ചെയ്യും, എല്ലാം മെല്ലെ ചെയ്യുക. അങ്ങനൊരു നമ്മളെ തന്നെ നമ്മൾ ഷേപ്പ് ചെയ്യുക. നമ്മൾ മൊത്തം നന്നായി എന്ന് വിചാരിക്കുക, നമുക്ക് കുറേ ശരിയാവാനുണ്ടെന്നുള്ള ബോധത്തിലൂടെ നമ്മൾ നടന്നു മെല്ലെ ചെയ്യുക. സക്കീനത്ത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടം. സക്കീനത്ത്, അടങ്ങി നിൽക്കുക, മെല്ലെ ചെയ്യുക, എല്ലാം മെല്ലെയാവും. അതുകൊണ്ടാണല്ലോ നമ്മളൊരു വീട്ടിൽ എത്തിയാൽ ആ വീട്ടുകാരോട് ചെയ്യേണ്ട നിലപാടിൽ മഹാന്മാർ കുറേ എഴുതി വെക്കുന്നതിൽ ഏറ്റവും പ്രധാനം, നമ്മളൊരു വീട്ടിൽ ഒരു ഗസ്റ്റായിട്ട് എത്തി, ആ വീട്ടിൽ അനങ്ങാണ്ടിരുന്നോളൂ, അടുത്ത ബുക്ക് വലിക്കരുത്, ഷെൽഫ് വലിക്കരുത്. ചില ആളെല്ലാം അങ്ങനെയാണ്, വലിക്കും. ഈവൻ നമ്മൾ ഉമ്മാരെ മുമ്പിൽ നിന്ന് വസ്ത്രം കുടയുമ്പോൾ മെല്ലെ കുടയണം. നമ്മൾ കുടഞ്ഞ വസ്ത്രത്തിലെ പൊടിപടൽ ഉമ്മാരെ മാക്സിക്ക് പറ്റിപ്പിടിച്ചാൽ അത് അതവുകേട് ആവുന്ന എഴുതി വെച്ച ആളാണ് മഹാന്മാർ. ചെയ്യരുത്, മെല്ലെ, എല്ലാം മെല്ലെ ചെയ്യരുത്. ജഗമുഖയൊന്നും വലിയ സംഭവമല്ല, അത് അഭിമാനമല്ല. എന്തുകൊണ്ടാണ് നമുക്ക് ഈ സോഫ്റ്റ്നെസ് കിട്ടാത്തത്? അതിനൊരു കാരണമുണ്ട്. സോഫ്റ്റ്നെസ് കിട്ടാത്തതിന് കാരണം ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങിയിട്ടില്ലെങ്കിൽ അയാൾക്ക് സോഫ്റ്റ്നെസ് കിട്ടൂല. അന്നോമുറാഹത്തു, ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുക. മൊബൈലിലും മറ്റൊക്കെ കളിച്ച് തന്നാൽ നമ്മുടെ ജീവിതത്തിൽ സക്കീനത്തുണ്ടാണ്. അപ്പോൾ നമുക്ക് സക്കീനത്തുണ്ടാണ്, റിഫ്ക് ഉണ്ടാണ്. കാന അല്യനന്നാസ്, തങ്ങളെപ്പോഴും കുടുംബക്കാരോടും എല്ലാവരോടും സോഫ്റ്റാണ്, വളരെ സോഫ്റ്റാണ്. കടുംപെടുത്ത സ്വഭാവം അവിടത്തേക്കില്ല. എത്രയായി? 1 എന്തായിരുന്നു? 3ാമത്തെ ഓക്കെ. 5ാമത്തത് നമുക്കുണ്ടാവേണ്ടത് തർക്കുൽ ഫുളൂൽ, അനാവശ്യങ്ങൾ ഒഴിവാക്കണം. ഒരു കാര്യം അനാവശ്യമായിട്ട് നമ്മൾ ചെയ്യുകയോ നോക്കുകയോ കേൾക്കുകയോ പറയുകയോ ചെയ്യരുത്. 4 കാര്യങ്ങളാണ് പറഞ്ഞത്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, മുത്തനബി പറഞ്ഞതാണ്. നിങ്ങൾ അനാവശ്യങ്ങൾ എപ്പോഴാണ് ഒഴിവാക്കുന്നത്? അന്നാണ് നിങ്ങൾ നല്ല ആളാവുക, അന്നാണ് നിങ്ങൾ നല്ല ആളാവുക. ഇതിൽ 2 ആംഗിളുള്ള. ഒന്ന്, അനാവശ്യം നമ്മൾ എത്ര ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ആവശ്യമുള്ളതിലെ ടേസ്റ്റ് അത് ഡിലീറ്റ് ആക്കും. ഒരു തവണ അന്യ പെണ്ണിനെ കണ്ടില്ലെങ്കിൽ നമ്മളെ ഭാര്യയിൽ നമുക്ക് കാഴ്ചയിൽ കിട്ടേണ്ട സുഖം അത് ഡിലീറ്റ് ആക്കും. അങ്ങനെയാണ്. ഹറാമ് ചെയ്താൽ അതിൻ്റെ കടുപ്പ് ഇപ്പുറത്ത് ഹലാലിൽ പിടിക്കും, ഇവിടുന്ന് പിടിക്കും, കുറച്ച് ശമ്പളത്തിൽ നിന്ന് പിടിക്കും, എയർപോർട്ടിൽ നിന്ന് എനിക്ക് പിടിക്കൽ ആണ് അതിൻ്റെ ഒരു പ്രശ്നം. അശ്ലീല വീഡിയോസ് കാണുന്ന ആള് ഭാര്യ ഒരിക്കലും റൊമാൻറ്റിക് ആവില്ല, ഉറപ്പ്. അയാളെ ഭാര്യ എത്ര സുന്ദരിയാണെങ്കിലും ആ ഭാര്യയായിട്ട് തമ്മിൽ തെറ്റിയിട്ട് ത്വലാഖ് എല്ലി കഴിഞ്ഞാലായിരിക്കും ശരി എൻ്റെ ഫാത്തിമ എന്നിട്ടാ ശരിക്കും സുന്ദരി അന്ന ബോധം അയാൾക്ക് ഹലാലല്ലാത്ത കാലത്ത് വരും, ഹലാലായ കാലത്ത് വരൂല. കാരണം അയാൾ ഹറാമ് ചെയ്തു. അതുകൊണ്ടാണ് ദുആയിൽ വന്നത്, അള്ളാഹുവെ ഹറാമിൽ നിന്ന് മാറ്റി എന്നെ ഹലാലിൽ മതിയാക്കണേന്ന് ദുആ വന്നത്. അതാണ് കാര്യം. അപ്പൊ എല്ലാ നാട്ടിപ്പോക്കിലും നട്സ് വാങ്ങൽ നിർബന്ധമൊന്നുമില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങുക. ആവശ്യമുണ്ടെങ്കിൽ വാങ്ങണം കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ വാങ്ങണം, ആവശ്യമുണ്ടെങ്കിൽ. വെറും ഹാൻഡ് ബാഗ് മാത്രമായിട്ട് പോകുമ്പോൾ ഒന്നും ആവില്ല, ഫ്ലൈറ്റ് ഒന്നും ആവില്ല, അത് നമുക്ക് വെറുതെ തോന്നുന്നു. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങണം. അങ്ങനെ പറഞ്ഞാല് പുതിയൊരു ഷോപ്പ് തുടങ്ങി നമ്മൾ നാട്ടിൽ. നമ്മൾ തുടങ്ങിയെന്നല്ല, നാട്ടിൽ ഒരാൾ തുടങ്ങി. ആ ഷോപ്പിലുള്ളത് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഫാന്, സ്റ്റൂള്, ടേബിൾ. നമ്മളെ വീട്ടിൽ ഒരു ഡാമേജും ഇല്ലാണ്ട് ഈ 5 സാധനം ഉണ്ട്.
എന്നാലും നമ്മൾ ഭാര്യക്ക് അങ്ങോട്ട് പോകാൻ തോന്നും. എന്തിന്? അവിടെ 5 സാധനമില്ലേ? ഉണ്ട്. എൻ്റെ വീട്ടിൽ 5 സാധനമില്ലേ? ഉണ്ട്. പിന്നെ എന്തിനാ പോകുന്നു? വീട്ടിലില്ലാത്തൊരു സാധനം അവിടെ ഉണ്ട്. എന്ത്? ഓഫർ. ഇതിനാണ് അനാവശ്യം എന്ന് പറയുന്നത്. ഓഫറുകളുടെ പിന്നാലെ പോകുന്ന ഒരു സ്വഭാവം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒറിജിനലി ഉപയോഗിക്കേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതിന് നമുക്ക് എന്തോ ഒരു സുഖം കിട്ടൂല. അതുകൊണ്ടാണ് സൂഫിയാക്കൾ പറഞ്ഞത് വലിയ വലിയ വീടുകൾ നോക്കുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടാവരുത്. നമ്മൾ വലിയ വീടുകൾ നോക്കി ശീലിച്ചാൽ നമ്മളെ വീട്ടിലൊരു സാറ്റിസ്ഫാക്ഷൻ അല്ല ഡിലീറ്റ് ആക്കും. അതാണ് ഒരു പ്രശ്നം. അത് നമ്മളൊരു പ്രശ്നം. അത് സംഭവിക്കരുത്. തെർക്കുൽ ഫുദൂൽ, ഒരൊറ്റ സമയം വെറുതെ കളയാത്ത ആളാണ് മുത്തുനബി. ഒരു സമയം വെറുതെ കളയില്ല. എന്തിനത് ഇനി ഞാൻ പറയും, നിങ്ങൾക്ക് എന്നെ തോന്നുന്നു അങ്ങനെ ഉണ്ടാവും. എന്നാലും കിതാബിലുള്ളത് പറയാനല്ലേ വേണ്ടത്. ഒരാള് ഒരു കാര്യമില്ല വെറുതെ ഇങ്ങനെ സംസാരിച്ചു. ഉദാഹരണത്തിന് നാട്ടിലെല്ലാം നല്ല മഴയാണല്ലോ ഉസ്താദേ, അതിപ്പോ വലിയ ആവശ്യമുണ്ടോ സംസാരിക്കൽ? ഇല്ല. ആവശ്യമുണ്ടോ? ഇല്ല. അതിനെന്താ സംഭവിക്കാൻ നോക്കണേ? അതിന് ആഖിറത്തിൽ ശിക്ഷയൊന്നും ഉണ്ടാവില്ല, പക്ഷെ അതിനൊരു കാര്യം സംഭവിക്കും. എന്താ സംഭവിക്കുക? ഇയാൾ ഇങ്ങനെ മത്സരയിൽ വരുമ്പോൾ ഇയാളെ തടഞ്ഞു നോക്കും. എന്നിട്ട് ചോദിക്കും, നീ 8/8/2028 5:30 ഒരു ചൊവ്വാഴ്ച വൈകുന്നേരം 5:30 നല്ല മഴയാണല്ലോ നാട്ടിൽ എന്ന് പറഞ്ഞില്ലേ? അതെ. അതെന്തിനാ പറഞ്ഞത്? ആ ചോദ്യത്തിൽ അവൻ കുടുങ്ങി നിന്നുണ്ട്. അടുത്ത ചോദ്യം ചോദിക്കും, അത് പറഞ്ഞോണ്ടിരിക്കുന്ന കൂലി കിട്ടീനാണ്. അത് പറഞ്ഞിട്ടില്ല എന്ന് വെച്ചിട്ട് എനിക്ക് വല്ല കുറ്റവും കിട്ടും? ആ പറയുന്ന സ്ഥാനത്ത് വല്ല ദിക്റും ചൊല്ലിയെങ്കിൽ വല്ല കൂലി ഉണ്ടാക്കൂടായിരുന്നു? ഓടുന്നു അവനെ ഓടിക്കും. ഓനിക്ക് അതിനെ കൊണ്ട് ശിക്ഷ ഉണ്ടതല്ലേ? ഇതന്നെ ഫുൾ ഇങ്ങനെ വർത്താനം പറയുന്ന ആളും ഇത് ചോദിക്കാനും എന്തായാലും മനുഷ്യർ പണിയുണ്ടാവും. ഉസ്താദിനെ കാറിൽ എയർപോർട്ടിൽ കൊണ്ടാക്കുമ്പോൾ ഒന്നും വണ്ടിയില്ല. നമ്മൾ കാര്യമായിട്ട് പറയുന്ന പരാതിയാണ്. എന്തിന്? നമ്മളെല്ലാം സൂക്കടാണ് ഇത്. നാട്ടിലെല്ലാം നമ്മൾ ഈ വലിയ നേതാക്കൾ ഒരു ഭയങ്കര ബന്ധമാവും വേഗം. നാട്ടിൽ അവർ വന്നിട്ട് ഒരു വീട്ടിലേറ്റവും വിശ്രമത്തിന് കിടക്കാൻ കുറച്ച് നേരത്തെ വന്നില്ലെങ്കിൽ വാതിലൂട്ടും. അതെ, വിശ്രമത്തിൽ അതിൻ്റെ അർത്ഥം തന്നെ വിശ്രമിക്കാൻ പെടൂലെന്നാണ്. അതെ, നിങ്ങളൊന്ന് നിർത്തണം മനുഷ്യന്മാരെ, നിർത്തണം. പക്ഷെ അതിനെ മനസ്സിലായി. അതെല്ലാം വളരെ ഒരാൾ മെയിൻ്റെ ആക്കിയില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു ബേജാറ്. ഗസാലി ഇമാം റഹിമഹുള്ളാഹിന്റെ കൂടെ ഒരാൾ യാത്ര ചെയ്തു. എത്ര മാസം? 3 മാസം തുടർച്ചയായിട്ട് ഉല്ലാസിക്കൻ കാറിലും ഹെലികോപ്റ്ററിലല്ല, കുതിരപ്പുറത്ത് ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിന്നിട്ട് യാത്ര ചെയ്യുന്ന അങ്ങനെ പറയല്. അയാൾ പറയേണ്ട അനുഭവം 3 മാസത്തിനിടയിൽ എന്നോട് ആകെ ഒരു വാക്യം മുട്ടിയിട്ടു. എന്ത്? എവിടെ നാട്? ഡമസ്കസ്. ഡമസ്കസ് നല്ല നാടാണല്ല, അത്രേ പറഞ്ഞു. വേറൊരു വസ്തു കിട്ടിയിട്ടില്ല. വേറെ ഒരു വസ്തു കിട്ടിയിട്ടില്ല. നമ്മളിലുണ്ട് കുറേ അനാവശ്യങ്ങൾ, ഒക്കെ ഒഴിവാക്കുക. അപ്പൊ ഈ കല്യാണത്തിൽ ദൂർത്തടത്തരുത് പ്രത്യേകിച്ച് വഴലിന്റെ ഒന്നും ഒരാവശ്യമില്ല. അയാൾ ശമായില് പഠിച്ചാൽ മതി. ഒരാവശ്യമില്ല. ഫുളൂൽ ഉണ്ടാവരുത്, അനാവശ്യങ്ങളൊന്നും ഉണ്ടാവരുത്. അതിക്കിയ പഠിപ്പിക്കുന്നുണ്ട്. അനാവശ്യം ചെയ്യുന്നതിനനുസരിച്ച് കേൾക്കുന്നതിനനുസരിച്ച് അത് പ്രശ്നം. ഇപ്പൊ അനാവശ്യം നമ്മൾ കേട്ടു, എന്നാൽ നമുക്ക് എന്താ നഷ്ടപ്പെടലെന്നറിയോ? ആവശ്യമുള്ളത് കേട്ടാൽ ഫലിക്കേണ്ട അസറുണ്ട്. ഇപ്പൊ പേരോടസ്ഥായിട്ട് വേദിട്ടിട്ട് തൗബ ചെയ്യണമെന്ന് തോന്നേണ്ട ഒരു തോന്നലുണ്ടാവും. അതൊന്നും എനിക്ക് ഉണ്ടാവില്ല. കാരണം ഓൻ എന്താ മ്യൂസിക് ഗാനം കേട്ടോണ്ട് അതിന് കിട്ടുന്ന ശിക്ഷ കേൾവിയിലൂടെ കിട്ടേണ്ട ഈമാൻ പോകും. അനാവശ്യം സംസാരിച്ചു, ചിലപ്പോ അതുകൊണ്ട് നഷ്ടപ്പെടലും ആയിരിക്കും. ദീനാറങ്ങൾ പറയണത് എന്താ പറയാ? നല്ലത് പറയാനുള്ള തൗഫീക്കും. അത് എന്തായിരിക്കും? ചിലപ്പോ മരിക്കുന്ന സമയത്തുള്ള ദിക്റായിരിക്കും നഷ്ടപ്പെടുക. കണ്ടോ? ഒന്നിനും നിൽക്കുക, ജഗബോകേല നിർത്തി. നല്ല മനുഷ്യൻ. അനാവശ്യങ്ങളിൽ നമുക്ക് മരിക്കാൻ അടുക്കും തോറും നമ്മൾ നന്നായിക്കൊണ്ടേയിരിക്കേണ്ടത്. ഇതാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന ആയത്തിന്റെ തഫ്സീറിൽ കാണാം, തങ്ങളുടെ ജീവിതം വഫാത്തിലേക്ക് അടുക്കും തോറും ഫസബ്ബിഹ്, തസ്ബീഹാണ്, തസ്ബീഹ്. തങ്ങൾക്ക് തീരെ അനാവശ്യമില്ല, ഒരനാവശ്യമില്ല. എന്നിട്ടും തങ്ങൾ വഫാത്തിനോട് അടുക്കും തോറും ഇബാദത്ത് കൂടെ വേണ്ടത്. മരിക്കാൻ അടുക്കും തോറും സ്മാർട്ട് ഫോൺ വലുതാവല്ല വേണ്ടത്. നിർത്തിയേ വേണ്ട, പരമാവധി നിർത്താം. കാര്യമായിട്ട് മൂത്ത മോൻ അബുദാബിയിൽ നിന്ന് ഉപ്പാക്ക് കൊടുത്തേക്കിൽ നല്ല ഫോൺ. അതുകൊണ്ട് ദലാൽ ഖൈറാത്തും മുടങ്ങി, വെറുതെ ലത്തീഫും മുടങ്ങി. പത്തനംതിട്ടയിലെ 18കാരിയെ പീഡിപ്പിച്ച് കോട്ടയത്ത് ഒരാൾ അറസ്റ്റ് ചെയ്തു. രാവിലെ വേറെ പണിയിൽ നിങ്ങളെ ഉപ്പാനോടുള്ള ഭയങ്കര സ്നേഹം എന്നെ കാണിച്ചത്. അപ്പൊ
വത്തർക്കുൽ ഫുളൂൽ, അനാവശ്യങ്ങളിൽ നിന്ന് മാറി. ഔറത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടെങ്കിൽ തങ്ങൾ ആ സദസ്സിൽ നിന്ന് എണീച്ചു പോകും. ചീത്തൻ്റെ എന്തെങ്കിലും ഒരു ആദ്യാക്ഷരം പറയുന്നുണ്ടെങ്കിൽ തങ്ങൾ അവിടെ നിന്ന് എണീച്ചു പോകും. അവിടെ ഇരിക്കൂല തങ്ങൾ, ഒറ്റ പോക്കാം. തങ്ങൾക്കത് ഇഷ്ടമല്ല, തങ്ങൾ കേൾക്കൂല. അപ്പൊ എത്ര കാര്യം പറഞ്ഞു? 5. മൂന്നാമത്തെ എന്തായിരുന്നു? രണ്ടാമത്തെയോ? ഒന്നാമത്തെയോ? അഞ്ചാമത്തെയോ? തർക്കുൽ ഫുളൂൽ. നാലാമത്തെയോ? ഇങ്ങനെയാ പഠിക്കേണ്ടത്. ഇങ്ങനെ പഠിച്ചാൽ തക്ബീർ അടിക്കേണ്ട ഒരു പോയിന്റ് ഒന്നും ഉണ്ടാവുകയും ചെയ്യില്ല. വെറുതെ ആ തക്ബീറും അനാവശ്യം. ചില സ്ഥലത്ത് ഷെയ്ഖുന സുൽത്താൻ സുഖമില്ലാതെ വീട്ടിൽ നിന്ന് അടുത്ത പറയാവുന്നത് ഈ ആവേശം നിർത്തിയിട്ട് നല്ല സംഘടന വർക്ക് ചെയ്യുക. നല്ല ആർസിനെ തുടങ്ങി ICF-ലേക്ക് എത്തി, നാട്ടിലെത്തി മുസ്ലിം ജമാഅത്തിലേക്ക് എത്തിയാൽ തന്നെ SSFR കുറ്റം പറയുന്ന മുസ്ലിം ജമാഅത്ത് അങ്ങ് ദയവ് ചെയ്തിട്ട് അങ്ങോട്ട് വരില്ല. അങ്ങോട്ട് വരാം കാര്യത്തിലാണ് പറയുന്നത്. എന്നെ എന്തെങ്കിലും ആക്കിയുള്ള കവർ 2 കവർ ആവശ്യമുണ്ട്. അപ്പൊ നല്ല അനാവശ്യങ്ങളൊന്നും ചെയ്യും. ഇനി എത്രാമത്തെ പറയണ്ടേ? 6ാമത്തത് നമുക്ക് ഉണ്ടാവേണ്ട അടുത്തൊരു കാര്യം, തങ്ങൾ ഭയങ്കര ജൂതുള്ള ആളാണ്. ജൂത് എന്ന് പറഞ്ഞാൽ സ്വതക്ക ചെയ്യുന്ന ആളാണ്. ഭയങ്കര സ്വതക്ക. തങ്ങളുടെ സ്വതക്കനെ കേട്ട് നമ്മൾ അത്ഭുതപ്പെട്ടു. അതിനാ ഫസ്റ്റ് ഞാനൊരു മസല പറഞ്ഞിട്ട് അതിലേക്ക് പോകാം. നമുക്ക് പൊതുവെ സ്വതക്ക എന്ന് പറഞ്ഞാൽ തന്നെ ഓർമ്മ വരുത്ത് കുറ്റു അങ്ങനെയൊക്കെ ഓർമ്മ വരിക. വലുത് അതാദ്യം തങ്ങൾ തകർക്കുന്നുണ്ട്. ഇത്തക്കുന്നാറ വലോബിശിക്ക് തമ്പ്ര, ഒരു കാരക്കന്റെ കഷ്ണം കൊണ്ടെങ്കിലും നിങ്ങൾ സ്വതക്ക ചെയ്തിട്ട് നരകത്തുനിന്ന് രക്ഷപ്പെടണം. ശരിക്കും ഒരു കാരക്കനെ 2 കഷ്ണാക്കിയാൽ മാത്രമല്ലല്ലോ അത് പറയാം. ഒരു ഈത്തപ്പഴവും കാരക്കും എടുത്തിട്ട് 10 പീസാക്കി, ഒരു പീസ് സ്വതക്ക കൊടുത്തിട്ടെങ്കിലും നീ നരകത്തുനിന്ന് രക്ഷപ്പെടണം. അതും സ്വതക്കയാണ്. സ്വതക്ക എന്ന് പറഞ്ഞാൽ മില്യണേഴ്സിന് പറഞ്ഞ ഇബാദത്തല്ല. നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് സ്വതക്ക കൊടുക്കുക. പുഞ്ചിരി അങ്ങ് പുഞ്ചിരി, നല്ല വാക്കാണെങ്കിൽ നല്ല വാക്ക്, സ്വതക്ക കൊടുക്കുക. അതുകൊണ്ട് കാന അജ്വദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും സ്വതക്ക ചെയ്യുന്ന ആളാണ് തങ്ങൾ. അതുകൊണ്ട് തന്നെ തങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ ഇല്ല എന്ന് പറയൂല. ആര് ചോദിച്ചു വന്നാലും ഇല്ല എന്ന് പറയൂല. ആകെ തങ്ങൾ ഇല്ല എന്ന് പറയുന്ന ഒറ്റ സ്ഥലമുണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ മാത്രമേ ഇല്ല പറയും. വേറെ ഒരു സ്ഥലത്തും ഇല്ല പറയൂല. ഇൻ വജദ ജാദ, ഉണ്ടൊക്കെ കൊടുക്കും. ഇല്ല ഇപ്പം ഇല്ലെങ്കിൽ വയത മറ്റന്നാളൊന്ന് വരാനുണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഓഫർ കൊടുക്കും. ഇല്ല പാട്ട് അവിടുന്ന് പരിപാടി. അതുകൊണ്ടാണ് ഭൂസിനിമാൻ ബുർദി പറഞ്ഞത് കൽ വൽ ബഹരി ഫീ കറമി, തങ്ങൾ കടല് പോലെയാണ് സ്വതക്കന്റെ വിഷയത്തിൽ. കടലിന്റെ പ്രത്യേകത എന്താ? ഇപ്പൊ ഇവിടെ ഒരു കടലുണ്ട്, നമ്മളെല്ലാവരും പാടെ ഇറങ്ങിയിട്ട് മത്സ്യം പിടിക്കാൻ വേണ്ടി പോയാൽ എല്ലാവർക്കും തരും. നാളെ നമ്മൾ തന്നെ പോയാൽ നാളെയും തരും. മറ്റന്നാൾ പോയാൽ കടൽ പറയാം. സത്യം പറയും, മിന്നാ നിങ്ങൾ ഏതോ റെസിപ്റ്റ് എടുത്തിട്ട് വന്നിരുന്നു, സത്യം നിങ്ങൾ ഏതോ സ്ഥാപനം അങ്ങനെയും ചോദിക്കൂല. വെള്ള കൊടുക്കും, വേഗം കൊടുക്കും. അതങ്ങളുടെ ഒരു പ്രത്യേകത. തങ്ങളുടെ സ്വതക്കനെ കുറിച്ചിട്ട് എത്ര പറഞ്ഞാലും തീരെ. ഒരിക്കലും ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഞാൻ പറയണം, നിങ്ങൾ കുറച്ചൊന്ന് ഇരുന്നാട്ടെ, കുറച്ചുകൂടി. നമുക്ക് വലിയ ആളുകളാണ്. ഭയങ്കര സ്വതക്ക. ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ തങ്ങളെ എനിക്ക് സ്വത്ത് തന്നു. എന്നിട്ട് എന്നോട് ഒരു തസദ്ദഖ്, മോനെ സ്വതക്ക ചെയ്യുന്നു പറഞ്ഞു. ഞാൻ ളുഹർ മുതൽ തുടങ്ങി അസർ വരെ കൊടുത്ത് അസറാകുമ്പോൾ എന്നോട് തങ്ങൾ വെച്ച് കൊടുത്തു തീർന്നാ? ഇല്ല. എന്താ ബിലാൽ എന്നോടല്ലോ പറഞ്ഞ കൊടുത്ത് തീരണ്ട കേട്ടാ. മഗ്‌രിബിനെ വെച്ച് തീർന്നാ? ഇല്ല. എപ്പോഴാ തീർന്നെന്ന് പറയാം? പിറ്റേന്ന് ളുഹറിനാ തീർന്നെ. തങ്ങൾക്ക് പാല് കൊടുത്ത, മുലപ്പാല് കൊടുത്ത സ്ത്രീക്ക് തങ്ങൾ കൊടുത്ത സ്വതക്കനെ കുറിച്ച് പുതിയ കാലത്ത് കൗണ്ട് ചെയ്താൽ 50 കോടി ദീനാർ ഉണ്ടാവും. ഞാനത് വായിച്ചു വരെ എനിക്കൊരു സംശയം. ശരിക്കും അത് തന്നെയാണ്. ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ട് എൻ്റെ ഉസ്താദിനെ അയച്ചു കൊടുത്തു വാട്സപ്പിൽ. പക്ഷെ ഇതെത്ര? 50 കോടി ദീനാർ തന്നെ അല്ലേ? ശരി, ഓക്കെ. ഒരു പെണ്ണുങ്ങൾക്ക് തങ്ങൾ കൊടുത്തതായി. ഈ സ്വതക്ക ഒരാൾക്ക് ചെയ്യണമെങ്കിൽ ഹൃദയത്തിൽ പൈസ ഇല്ലാതിരിക്കണം. അക്കൗണ്ടിലും പോക്കറ്റിലേ പൈസ പറ്റുള്ളൂ. അതിന്റെ വേക്കിൽ പറ്റൂല. ഹൃദയത്തിൽ വെച്ചാൽ പിന്നെ കൊടുക്കാൻ കഴിയില്ല.
അതാണ് ഈ സ്വതക്കന്റെ പ്രത്യേകത. വേറെ ഏത് ഇബാദത്തും നമുക്ക് ചെയ്യാൻ പറ്റും. സ്വതക്ക ചെയ്യണമെങ്കിൽ ഹൃദയത്തിൽ അതില്ലാതിരിക്കണം. അതാണ് സംഭവം. കൗണ്ട് ചെയ്യാൻ പാടില്ല. കൗണ്ട് ചെയ്യാം ഒരിക്കലും. സ്വതക്കന്റെ ഒരു 5-6 മര്യാദ നമുക്ക് വഴിയെ പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 ഒട്ടകം കൊടുത്ത ടോട്ടൽ 60 സഹാബിമാരുണ്ട്. എത്ര? അങ്ങനെ ആരെങ്കിലും ഉണ്ടാവും 100 ബെൻസ് കാർ കൊടുത്ത ഹാജിക്ക? ഇല്ല. തങ്ങളിങ്ങനെ 500 രൂപ ചുരുട്ടി കൊടുക്കുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. തങ്ങൾ ഭയങ്കര സ്വതക്ക എന്ന് പറഞ്ഞാൽ 150 ഒട്ടകം കിട്ടിയ സഹാബിമാരുടെ ലിസ്റ്റ് വേറുണ്ട്. 50 കിട്ടിയതുണ്ട്. 300 ഒട്ടകം കിട്ടിയ ആളാണ് ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു. കഅബയിൽ പ്രസവിക്കപ്പെട്ട സഹാബിയാണ്. 300 ഒട്ടകം. ഒരാൾ വന്നിട്ട് തങ്ങളോട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും തരണം നബിയെ. അപ്പൊ തങ്ങൾ പറഞ്ഞു, ഇന്നാളെടുത്തുനിന്ന് വാങ്ങിക്കോ, ഞാൻ കൊടുക്കാം. അപ്പൊ തങ്ങൾ പറഞ്ഞു, അങ്ങനെ പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞു, അങ്ങനെയൊന്നും ഏറ്റെടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ഉണ്ടെങ്കിൽ കൊടുക്കാന്നല്ലാണ്ട് ഇങ്ങനെ എന്തിനാ ഇങ്ങനെ ഒരു റിസ്ക് എടുക്കുന്നത് ചോദിച്ചു. അപ്പോൾ ഉമറിന്റെ വാക്ക് തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പോലെ തോന്നി. അങ്ങനെ വേറൊരു അൻസ്വാരി വേഗം എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, തങ്ങൾ കൊടുത്തോളി റബ്ബേ, തങ്ങൾ കൊടുത്തോളി നബിയെ, അള്ള തരൂലേ. അപ്പൊ തങ്ങൾക്ക് മുഖത്ത് പുഞ്ചിരി വന്നു. എന്നിട്ട് പറഞ്ഞു, വബിഹാദ ഉമർതു യാ ഉമർ, ഇങ്ങനെ ചെയ്യാനാ എൻ്റെ റബ്ബ് പറഞ്ഞത്. അങ്ങനെ വീണാൾ വേണ്ടിയിട്ട് കൊടുക്കും. സോ അതൊക്കെ ഇന്ന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട 5 മര്യാദ ഉണ്ട്. ഒന്ന്, ഇസ്തിഇജാൽ ചെയ്യണം, വേഗം കൊടുക്കണം സ്വതക്ക. ഉദാഹരണത്തിന് കോഴിക്കോട് ജില്ല, അല്ലെങ്കിൽ കണ്ണൂർ ജില്ല, കാസർഗോഡ് ജില്ല, മലപ്പുറം ഏതെങ്കിലും ജില്ലയാവട്ടെ, ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ക്യാൻസർ രോഗം, ട്യൂമർ, വിഷമം, ഒരു പ്രശ്നം, 50 ലക്ഷം ചിലവ് വരുന്നു. അങ്ങനെ പ്രവാസികൾ നിങ്ങൾ സഹായിക്കണമെന്ന് നാട്ടിലെ ഖത്തീബ് ഉസ്താദ് നമ്മുടെ മഹല്ല് ഗ്രൂപ്പിലിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, ഒരു 10,000 ഇപ്പോൾ കൊടുക്കുക പാവത്തിന്. അപ്പോൾ ഇന്ന് കൊടുക്കാൻ, ഇന്ന് ഗൂഗിൾ പേ അക്കൗണ്ട് ചെയ്തെങ്കിൽ അത് ബാക്കിയാവും. നാളെ കൊടുക്കൂല, ഉറപ്പ് കൊടുക്കൂല. നാളെ ഇങ്ങനെ അക്കൗണ്ട് ഇങ്ങനെ വരുമ്പോൾ 10,000 കൊടുക്കാൻ വിചാരിച്ചാൽ, ഓ കളക്ഷൻ കുറേ കിട്ടുന്നുണ്ടല്ലേ, അപ്പോൾ 5 കൊടുത്താൽ മതിയില്ല. കുറയും 70 പിശാചുക്കൾ നമ്മുടെ കൂടെ നടക്കുന്ന രീതിയിലുണ്ട്. 70 പിശാചുക്കൾ. മറ്റന്നാൾ ഓ അക്കൗണ്ട് ഏകദേശം ഇതായിട്ട് പിന്നെ നമ്മൾ കൊടുക്കുന്ന പൈസ ഒരിക്കലും നമ്മൾ കൗണ്ട് ചെയ്തിട്ട് കൊടുക്കരുത്. കൗണ്ട് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മളെ ആവശ്യം ദിർഹം നാട്ടിലേക്ക് ഇതാക്കൂല, കൺവേർട്ട് ചെയ്യൂല. സോ അതൊക്കെ കൊടുക്കുമ്പോൾ നാട്ടിൽ കൊടുക്കുമ്പോൾ അങ്ങനെയാണ്. ഒരാൾക്ക് നമ്മൾ കാര്യമായിട്ട് അവർ നമുക്ക് എന്തോ സേവനം ചെയ്തതിന് കാശ് കൊടുക്കുമ്പോൾ നാട്ടിൽ നോക്കുമ്പോൾ 5,000 കൊടുക്കും. അങ്ങനെയല്ല കൊടുക്കേണ്ടത്. കൗണ്ട് ചെയ്യാണ്ട് വേഗം കൊടുക്കണം. അത് മനസ്സിനെ, ശരിക്കും അതിന് മഹാന്മാർ അതിന് പറയുന്ന യുക്തി എന്ന് വെച്ചാൽ മനസ്സിനെ പൈസനോടുള്ള ഹുബ്ബ് കത്തിച്ച് കളയണം. കാരണം സ്വതക്കനെ കുറിച്ച് ഹദീസിൽ വന്നത് അസ്വദക്കത്തു ബുർഹാനുന്നം, സ്വതക്ക തെളിവാണ്. എന്ത് തെളിവ്? മാനക്കസത്ത് സ്വതക്കത്തു മിൻ മാൽ, അല്ലെങ്കിൽ മാനക്കസത്ത് മാലും മിൻ സ്വതക്ക. സ്വതക്ക ചെയ്താൽ പൈസ തീരൂല. സ്വതക്ക ചെയ്താൽ അല്ലാഹു പകരം തരും. അങ്ങനെ ഒരാൾക്ക് ഉറപ്പുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് സ്വതക്ക കൊടുക്കുന്നത്. മനസ്സിലായില്ല. ഒന്നുകൂടി പറയാം. ഒരു ഹദീസിലുണ്ട് സ്വതക്ക തെളിവാണ്. എന്തിന്റെ തെളിവ്? ഈമാൻ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ്. എന്ത് ഈമാൻ ഉണ്ട് എന്നുള്ളത്? സ്വതക്ക കൊടുത്താൽ പണം കുറയൂല, അള്ള പകരം തരും എന്ന ഹദീസിൽ വിശ്വാസമുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് സ്വതക്ക കൊടുക്കലിന്. തിരിഞ്ഞാ വിശ്വാസം. അതാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, അള്ള പകരം തരും എന്നുണ്ടെങ്കിൽ നീ എന്തിനാ പിശുക്ക് കാണിക്കുന്നത്? എടാ അള്ളല്ലേ പറഞ്ഞേ, വേറെ ആരുമല്ല, അള്ളല്ലേ പറഞ്ഞേ. എൻ്റെ നാട്ടിൻ്റെ അടുത്തൊരു മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒക്കെ വലിയ സഹകാരിയാണ്. അയാള് 1 കോടി കടം ഉണ്ടായിരുന്നു. അയാൾ മരണപ്പെടുമ്പോൾ 1 കോടി എന്ന് പറഞ്ഞ കോടി അങ്ങോട്ട് എഴുതുമ്പോൾ ഒരു പൂജ അധികമായി പോകും. ഇത് പറയുന്നതന്നെ 1 CR 2 പറയണോ? വേണ്ട, നമുക്ക് ബോധ്യല്ലേ, എൻ്റെ ഒന്നും മാറിപ്പോയതല്ല. അയാൾ ബിസിനസ് പൊട്ടി, അങ്ങനെ എടുക്കാണ് മരിച്ചു പോയത്. അയാളെ ഖബർ അല്ലാഹു സ്വർഗ്ഗം. അയാൾ മരണപ്പെട്ടപ്പോൾ അയാളെ ജ്യേഷ്ഠൻ ആ കടം ഏറ്റെടുത്തിട്ട് വീട്ടി. 1 കോടി കടം വീട്ടി. ചെറിയ മക്കളായിരുന്നു ആ ഉപ്പ മരിച്ചപ്പോൾ. എന്ന് പറഞ്ഞാൽ ആ കടക്കാരനായി മരിച്ച ആൾ ചെറിയ മക്കളുടെ ആളായിരുന്നു. ആ ജ്യേഷ്ഠൻ കടം വീട്ടി. എൻ്റെ നാട്ടിലെ മൂപ്പര് ആയിടക്കാണ് നമ്മളെ റോഡ് പണി നടക്കുന്നുണ്ടല്ലോ ഇപ്പോൾ, ഇല്ലേ? മൂപ്പർക്ക് ഈ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത്, ഇപ്പോൾ കണ്ണൂർ മെഡിക്കൽ കോളേജ് എന്ന് അറിയപ്പെടുന്ന ആ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് റിമോട്ടഡ് ഏരിയയിൽ കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലം വീട് എടുക്കാനൊന്നും പറ്റൂല. പക്ഷെ ഗവൺമെന്റ് റോഡ് പണീൻ്റെ ആവശ്യത്തിന് ആ സ്ഥലം മൂപ്പരോട് ആവശ്യപ്പെട്ട് മൂപ്പര് കൊടുത്തു. മൂപ്പർക്ക് അതിന് ഗവൺമെന്റ് കൊടുത്തത് 3 കോടി.
അതിനെക്കുറിച്ച് മുമ്പര് പറഞ്ഞത്, ഖുറാനിൽ പറഞ്ഞത് 1 കൊടുത്താൽ യുള്ളാഹിഫുലോ 2 ശരിക്കും 2 കോടിയാണ് കിട്ടേണ്ടത്. അള്ളയാണ്ട് ബോണസ് ആയിരിക്കും. അത് ചിരിക്കാനല്ല, എനിക്കന്ന് കരച്ചിലാ വന്നേ. അയാൾ ഈമാൻ നോക്കി ബോണസ് ആയിരിക്കും. ഇയാൾ ഇത് ആരെടുത്തൊന്നും തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കൊടുക്കുന്നതല്ലല്ലോ. അതൊക്കെ ഒരു ഈമാനാണ് സംഭവം. ഇത് ഭയങ്കര ഈമാൻ. അതാണ് ഹദീസ് വന്നത്, അസ്വദഖത്തു ബുർഹാൻ. സ്വതക്കന്റെ അടുത്തൊരു മര്യാദ എന്ന് വെച്ചാൽ സ്വതക്ക എപ്പോഴും തീപൻ നഫ്സോട് കൂടി കൊടുക്കണം, നല്ല മനസ്സോടെ കൊടുക്കണം, ഇൽത്തിറാറായിട്ട്. അതുകൊണ്ട് തന്നെ വരിസംഖ്യ എല്ലാം കൊടുക്കുന്നത് നല്ല മനസ്സോട് കൊടുക്കണം. ആ തക്കാഫില് പിരിക്കാം വരുന്നുണ്ടല്ലോ, അങ്ങനെയൊന്നും കൊടുത്തിട്ട് പൈസയും പോയി കൂലിയും പോയി അങ്ങനെ ആക്കരുത്. എന്തൊക്കെ ഒന്നു പോകും, അങ്ങനെ ആക്കരുത്. നല്ല മനസ്സോടെ കൊടുക്കണം. നമ്മൾ നിർബന്ധിതനായിട്ട് കൊടുക്കുന്നതും നല്ല മനസ്സോട് കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. ഉദാഹരണത്തിന് നമ്മളെ നാട്ടില് നമ്മളെ മോളെ കല്യാണം, ലാസ്റ്റ് മോളെ കല്യാണം, അടിച്ചുപൊളി കല്യാണം. ലാസ്റ്റ് മോളെ കല്യാണമാണ് പൊതുവെ അടിച്ചു പൊളിക്കല്. കാരണം എനിക്ക് കബറിലേക്ക് വന്നതിന് അടിച്ചു പൊളിക്കാൻ കഴിയില്ലല്ലോ. ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട്. ട്രോളായിട്ട് വലിയ മനസ്സിലാകുന്നില്ല. വേറെ പോയിന്റ് ഹദീസ് വേറെ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അങ്ങനെ അയാൾ നാട്ടിലെ മുത്താലിമിങ്ങളെ വിളിച്ചിട്ടില്ല. 150 മുത്താലിങ്ങളുള്ള കോളേജ് അടുത്തുണ്ട്, ദർസ്. അതിന് ചോദിച്ചാൽ പറഞ്ഞു ചെറുതായിട്ടേ ഉള്ളൂ. ചില ആൾ എന്ത് പറയുമ്പോൾ ചെറുതായിട്ട് പറയും. അങ്ങനെ പറയരുത്, ഉള്ള നിയമത്ത് പറയേണ്ട സ്ഥലത്ത് പറയണം. പിന്നെ എന്നിട്ട് എന്നോട് ഒരാൾ പറഞ്ഞു, ഞാൻ ചെറുതായിട്ടൊന്ന് നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഏത് കിതാബ് നോക്കിയാലും അതിന് വ്യാഖ്യാനം ചെറുതായിട്ട്. ആ ചെറുതല്ല സാഹിത്യം. എന്താ ഷോപ്പാ? ഷോപ്പ്. എന്താ ജോലി? ഷോപ്പ്. വലിയ ഷോപ്പ്? ചെറിയ ഷോപ്പ്. എത്ര സ്റ്റാഫ് ഉണ്ട്? 88 ആൾ. ചെറിയ. നീ എന്താ ജോലി? ചെറിയൊരു ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. എന്താ ഓട്ടോറിക്ഷ? 5 ഉറുപ്പിൻ്റെ ആ ജീരകൊട്ടയിട്ടെടുത്ത് ഓട്ടോറിക്ഷ ഇങ്ങനെ ഓടിക്കലായിരുന്നു. നീ എവിടെ പോകുന്നു? ചെറിയൊരു മരണം നടന്നിരുന്നു, അസറായിൽ പൊരുതി പിടിച്ചിട്ട് വന്നിരുന്നു. ഓവറാക്കരുത്. ആ സായിദ് ഇല്ലാണ്ട് കറക്റ്റ് SSF എന്നായിട്ട് പ്രവർത്തിച്ചാൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? സായിദ് അവർക്ക് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് ചെറിയ കല്യാണം അല്ലേ? എത്ര ആളെ കല്യാണം? 1800 ആളെ കല്യാണം. ഓക്കെ, അതാണ് ചെറിയ കല്യാണം. അവിടെ മുത്താലിങ്ങളെ വിളിക്കാൻ ഒരു ഉച്ചര 3:30 ആകുമ്പോൾ ഉണ്ടാവും വിളിക്കുന്ന പള്ളി സെക്രട്ടറിനെ. ഇന്ന് മുത്താലിങ്ങളെ ക്യാൻറ്റീനിലെ ഫുഡ് എന്താ? പൂരി. മാവ് കുഴച്ചോ? ഇല്ല. ഭാര്യ പറയുന്നത് നമ്മളെ മക്കൾ പോലെ തന്നെ അല്ലേ അവർ ഭക്ഷണം കഴിക്കണ്ടായിരുന്നു. കാരണം ഒരു ചെമ്പ് ബിരിയാണി ബാക്കിയാണ്. ഇതേടന്ന് തട്ടണല്ല. അല്ല, ഇതിന് കൂലി എത്ര കൂലി? എല്ലാം പൊന്മുളസാണ് ചോദിക്കണ്ട. ചിലത് നമ്മളോട് തന്നെ ചോദിച്ചാൽ മതി. എല്ലാം ചെറുസോസാണ് ചോദിക്കാൻ നിൽക്കരുത്. എൻ്റെ അഭിപ്രായം അതാ. ഇസ്തഫ്തിലി നഫ്സിക. ചിലത് പണ്ഡിത സമ്മേളനം വിളിക്കാണ്ട് നമ്മളോട് തന്നെ ചോദിച്ചു നോക്കി എത്ര കൂലി കിട്ടുക. മനസ്സിലായ? അപ്പൊ നമ്മൾ തീവൻ നഫ്സോടെ നല്ല മനസ്സോടെ കൊടുക്കണം. നല്ല മനസ്സോടെ കൊടുക്കണം. ഏറ്റവും കൂടുതൽ സ്വതക്ക കൂലി കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, കുറേ സ്ഥലമുണ്ട്. അതിലൊരു സ്ഥലം ഏതാന്ന് പറയാം, നമ്മളോട് തെറ്റി നിൽക്കുന്ന കുടുംബത്തിന് സ്വതക്ക നൽകാം. അങ്ങനെ ഹദീസിലുണ്ട്. അങ്ങനെ അതിന് കാരണം, അതിന് മഹാന്മാർ കാരണം പറയുന്നുണ്ട്. പിശാചിനെ തോൽപ്പിക്കലും കുടുംബ ബന്ധം ചേർക്കലും മനസ്സിന്റെ ഹവൻ നഫ്സ്, നമ്മുടെ ശരീരത്തിലെ ദുരാഗ്രഹത്തെ തോൽപ്പിക്കലും, ഈ 3 തോൽവി ഉള്ളതുകൊണ്ട് തോൽപ്പിക്കൽ നന്മകളായിട്ട് വരുന്നതുകൊണ്ടാണ് അതിന് ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്നത്. അപ്പൊ നമ്മളെ കല്യാണത്തിന് ക്ഷണിക്കാത്ത ആളെ വിളിക്കുക, ഇങ്ങോട്ട് വിളിക്കാം. അങ്ങനെ വിളിക്കാം. നല്ല പണിയുണ്ട്, ഇപ്പൊ പറയാൻ നല്ല എളുപ്പമാണ് സംഭവം. സ്വതക്കന്റെ കൂലി 5 തരത്തിലാണ്. എത്ര തരത്തില്? 5. ഒന്നിന് 10. സാധാ ആരോഗ്യമുള്ള ഒരാൾക്ക് സ്വതക്ക കൊടുത്താൽ, ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിന് ഒരു ജ്യൂസ് വാങ്ങി കൊടുത്താൽ 10 ജ്യൂസ് വാങ്ങി കൊടുത്ത കൂലിയാണ്. 2 സ്വതക്കക്ക് 70 ഇരട്ടി. അത് രോഗമുള്ള ഒരാൾക്ക് കൊടുത്താൽ, നമ്മുടെ നാട്ടിൽ ഏതോ ഒരാളുടെ അസുഖത്തിന് നമ്മൾ ചികിത്സ സഹായം കൊടുത്ത്, നമ്മൾ ICF വഴിയോ സാന്ത്വനം വഴിയോ ഒക്കെ, അതിന് 70 ഇരട്ടിയാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്ന നാടാണിത്. അള്ളാഹു കബൂലാക്കട്ടെ. ഇതുവരെ സഹായിച്ചൊക്കെ എൻ്റെ പകരം അള്ളാഹു സ്വർഗം നൽകണം. അബൂദാബിയിൽ ഭയങ്കര ബെസ്റ്റാണ്. മുമ്പേ നമ്മുടെ മക്കളുടെ മുത്താലിമായ കാലത്തെ അത് കൊടുക്കാറുണ്ട്. 3-മത്തത് സ്വതക്കക്ക് 70,000 കൂലി കിട്ടും. അല്ലെങ്കിൽ 1-മത്തെ എത്ര? ആരോഗ്യമുള്ള 2. 3-മത്തത് 900 ഇരട്ടി കൂലി. അത് കുടുംബത്തിന് സ്വതക്കൊടുത്താൽ, കുടുംബത്തിന് സ്വതക്കൊടുത്താൽ. 4-മത്തത് 1,00,000 ഇരട്ടി കൂലി ഉപ്പാക്കും ഉമ്മാക്കും കൊടുത്താൽ. ഞാൻ ഗോൾഡൻ 50ന്റെ കളക്ഷൻ ഇവിടെ വന്നിരിക്കും UAE. അന്ന് ഇൽമിന്റെ വഴിയിൽ സ്വതക്കൊടുത്താൽ, ഇൽമിന്റെ വഴിയിൽ സ്വതക്കൊടുത്താൽ
മുത്താലിമിന് കിതാബ് വാങ്ങിക്കൊടുക്കുക, അങ്ങനെ ബാക്കി ഉണ്ടാവില്ല, മദ്രസയിലെ ബെഞ്ച് ഡെസ്ക് വാങ്ങിക്കൊടുക്കുക, അങ്ങനത്തെ. അത് നമുക്ക് ഉദാഹരണം ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ശരിക്ക് ഇൽമിന് ഖിദ്മത്ത് എടുത്താൽ ഇൽമിൻ്റെ അഹിലാരുടെ സ്വർഗത്തിൽ പോകാം. ഒരു മുത്താലിമിന് ഒരു പേന വാങ്ങിക്കൊടുത്താൽ തന്നെ മതി. ഇപ്പം ഞാൻ ശരിക്കും കഴിഞ്ഞ മാസം ഒമാനിലായിരുന്നു 3 ആഴ്ച അൽമക്കറിൻ്റെ തക്കാഫലിന് വേണ്ടി. ഒരുപാട് മനുഷ്യരെ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു അവർക്കൊക്കെ സ്വർഗം നൽകട്ടെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സ്വതക്ക നല്ല ഉണ്ടാണ്. ഇനി ലാസ്റ്റ് ഇങ്ങനെ മറ്റു അവസാനിപ്പിക്കുകയാണ്. എന്ത് പറയുക, എല്ലാ ദിവസവും നമ്മൾ എന്തെങ്കിലും സ്വതക്ക കൊടുക്കണം. അതിന് നമ്മളെ നാട്ടിലെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ, പള്ളീൻ്റെ, മദ്രസൻ്റെ സ്ഥാപനത്തിൻ്റെ, ICF-ൻ്റെ, RC-യുടെ, KCF-ൻ്റെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തെ ഒരു ബോക്സ് സ്ഥാപിച്ചിട്ട് എന്തെങ്കിലും ഫിൽസോ ഒരു ദിർഹമൊക്കെ ഓരോ ദിവസം ഇടാം. എങ്കിൽ അള്ളാഹുവിൻ്റെ ദേഷ്യം ഉണ്ടാവില്ല സ്വതക്ക ചെയ്യുന്നവരോട്. അള്ളാഹിൻ്റെ ദേഷ്യം മാറാനൊക്കെ പരമാവധി സ്ഥലത്ത് സ്വതക്കയായിരിക്കും പറയുന്നത്. അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞില്ല. ഹജ്ജിന് ഇഹ്റാം കെട്ടിയാൽ കുറേ കൺട്രോളുണ്ട്. ഭാര്യയായിട്ടൊന്നും സുഖിക്കാൻ പാടില്ല. പറ്റുമോ? റമദാൻ പകലിൽ പറ്റുമോ? അങ്ങനെ ചെയ്തു പോയാൽ എന്ത് ചെയ്യണം? കഫാറത്ത് കൊടുക്കണം. അതിൽ കഫാറത്തിൽ ഒരു ഓപ്ഷൻ കണ്ടിനാ, അള്ളാഹ് ദേഷ്യം പിടിച്ചിട്ടുള്ള നീ ആകെ കുടുങ്ങിയിട്ടില്ല, നീ എന്ത് പണിയാണ് ചെയ്തതെന്ന് അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? അതിന് പിന്നെ എന്താ ചെയ്യേണ്ടത്? 60 പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുത്താൽ മതി. 60 പാവപ്പെട്ടവർ ഫുഡ് കഴിച്ച് നമുക്ക് അള്ളാഹിൻ്റെ ദേഷ്യം പോകും. ഈ സ്വതയ്ക്കും അള്ളാഹിൻ്റെ ദേഷ്യം എന്താ ബന്ധം? അതങ്ങനെയാണ്. മനുഷ്യന്മാരെ സന്തോഷിപ്പിച്ച് അള്ളാഹിൻ്റെ ദേഷ്യം പോകും. അപ്പൊ നമ്മളൊക്കെ സ്വതക്കൻ്റെ അഹലുകാരാണ്. എത്രയായി? ഖിലാഫ് ഉണ്ടല്ലോ ഇവിടെ തന്നെ, ഇബ്നു ഹജർ റംലി ഒക്കെ ഉണ്ടല്ലോ. എത്രയായി? 6 തന്നെ. ഓക്കെ. 7ാമത്തത് ഞാൻ വേഗം അവസാനിപ്പിക്കാം, നമ്മൾ സമയം ദുആയിനാണ് ശരിക്കും കാത്തിരിക്കുന്ന ക്ലാസ് അല്ല പ്രധാനം. 7ാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, തങ്ങൾ എന്താ പറയാ, ജബ്റുൽ ഖാത്തിറിന്റെ ആളെന്ന് പറഞ്ഞാൽ ടെൻഷൻ പോക്കി കളയുന്ന ആളാണ്. ആരും തങ്ങളുടെ മുമ്പിൽ ടെൻഷനാൻ പറ്റാൻ തങ്ങൾക്ക് ഒരു നിർബന്ധമുണ്ട്. ആരെങ്കിലും തങ്ങളുടെ മുമ്പിൽ ടെൻഷൻ ആയാൽ ആ ടെൻഷൻ എങ്ങനെയെങ്കിലും തങ്ങൾ ഇല്ലാതാക്കും. അതുകൊണ്ട് തന്നെ ടെൻഷൻ ആക്കുന്ന വാക്കൊന്നും നമ്മൾ പറയരുത്. അഫ്ളലുൽ അഅ്മാലി ഇദ്ഖാലു സുറൂരി ഫീ ഖൽബിൽ മുഅ്മിൻ. മറ്റുള്ളവരുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുന്ന വർത്തമാനം പറയലാണ് ഏറ്റവും വലിയ ഇബാദത്ത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും സന്തോഷമുള്ള വാക്ക് നമ്മൾ പറയണം. അപ്പൊ നമ്മൾ പരമാവധി ആളോട് സന്തോഷിപ്പിക്കുന്ന വാക്കേ പറയാൻ പറ്റൂ. അയാൾക്ക് ടെൻഷൻ ആകും എന്ന് തോന്നുന്ന ഒരു വാക്കും പറയരുത്. ഉദാഹരണം പറയാം. അൻസറുല്ലാഹിന്റെ ഉമ്മത്തൊരു സഹോദരനാണ് അബ്ദുള്ള തങ്ങൾ. ചെറിയ മോനാണ്. ആ കുട്ടീൻ്റെ ഒരു സ്പാരോ, ഒരു കുരുവി ചത്തുപോയി. അപ്പൊ തങ്ങൾ ആ കുട്ടീൻ്റെ അടുത്ത് പോയിട്ട് വെച്ച് അബൂമേർ എന്നാന്ന് വിളിപ്പേര്, ഒറിജിനൽ പേര് അബ്ദുള്ള എന്നാണ്. യാ അബാ ഉമേർ മാ ഫഅല നുഅയ്ർ, എന്താ അബൂമേറെ നിന്റെ കുരുവിക്ക് പറ്റിയത്? അത് തങ്ങൾ ചോദിച്ചാൽ ആ കുട്ടീൻ്റെ ടെൻഷൻ പോകുന്ന ആ കുട്ടി തങ്ങൾക്ക് അറിയാം. അങ്ങനെ എന്നല്ലേ സദറുസ്താവ് പറഞ്ഞിനെ ഈ പ്രാവശ്യം സ്കൗട്ടിനും നബിദിനത്തിന്റെ ദഫിനും എന്നെ കൂട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടല്ലോ, സദറുസ്താവ് പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ പോകും. നീ എന്തിനും ഒരുങ്ങി ഇൻകേസിലേക്ക് ഫുൾ മാർക്ക്. അങ്ങനെ നമ്മളെപ്പോൾ പറയണം, ടെൻഷൻ പോക്കണം. അയാൾക്ക് കല്യാണം കഴിച്ച് കുട്ടിയായിട്ട് നമുക്ക് അറിയെങ്കിൽ പിന്നെ ചോദിക്കാൻ നിൽക്കരുത്. കല്യാണം കഴിച്ചിട്ട് 10 എത്ര കുട്ടി? 1. എന്തൊക്കെ അസുഖം ഉണ്ടോ? ഒറ്റ കുട്ടിയുള്ളൂ. നിങ്ങൾക്ക് എന്തിൻ്റെ വിനന്തം? ഇതെല്ലാം വെറും പൊട്ടത്ത ചെയ്യരുത്. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള കുറേ കാര്യങ്ങളിൽ ഒന്ന് കസറത്ത് സുആലാണ്, ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കരുത്. ഇപ്പം എൻ്റെ അടുത്ത് ഇവിടെ വന്നിട്ട് നിങ്ങളെ മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, കന്തൂർ അടിക്കണോ? 1. വെറുതെ അങ്ങാണ്ടെന്നിരിക്കാം. 2ാമത്തത് എപ്പാ പോക്ക്? നിങ്ങൾക്ക് എപ്പോൾ പോയാലും ഇനി ആവശ്യമുള്ള സംഘാടകരെ ചോദിച്ചെന്ന് വെച്ചാൽ എൻ്റെ ഉദാഹരണം അതിലല്ല ഫോക്കസ് ഇട്ടാ. അടുത്ത് ചോദിക്കലെന്നാ ഉദാഹരണം ഞാൻ പറഞ്ഞു നാളെ രാവിലെ പോകും. ഓക്കെ, അടുത്ത ആഴ്ച ഇവിടെ വന്ന് പോയില്ല. ഞാൻ പിന്നെയും വന്നു. എന്താ? ചെറിയ ആവശ്യം എന്ന് വെച്ചാൽ ചെറിയൊരു ആവശ്യം എന്തോ ഇല്ലാണ്ട് വരില്ല കേട്ടോ. എന്തിനാണ് ഈ സുഖം? ഇതെല്ലാം എടുത്താൽ കുറ്റമാണ്. ഒരാളുടെ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനം മറ്റുള്ളവരുടെ പ്രൈവസി നമ്മൾ വിട്ടുകൊടുക്കണം. ദ കോൺസെപ്റ്റ് ഓഫ് പ്രൈവസി ഇൻ ഇസ്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഒരു അതിഥിയായിട്ട് നമ്മളൊരു വീട്ടിൽ പോയാൽ വീട്ടുകാരൻ ഇരിക്കാൻ പറഞ്ഞ സ്ഥലത്ത് ഇരിക്കണം എന്നാണ്. ഇപ്പം എൻ്റെ അടുത്ത് ഞങ്ങൾ ആരുടെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ പോകുന്നത്, ഞാൻ എന്നുള്ള സബ്ജക്റ്റ് പ്രധാനമല്ല, ഒരു ഉദാഹരണം പറയാം. ഇവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരുന്നോണം, അതിഥി ഏറ്റവും ഇരിക്കാൻ വീട്ടിൽ.
വേണ്ട ഞാൻ അപ്പുറം, കാരണം ഇവിടെ ഇരിക്കാൻ പറയുന്നത് ചിലപ്പോൾ അപ്പുറം ഇരുന്നാൽ ഭാര്യ മക്കൾ കിച്ചണിൽ വർക്ക് ചെയ്യുന്നത് കാണുന്നോണ്ടേക്കും അവർ പറയുന്നുണ്ടായാലും അപ്പോൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞ് ഇരുന്നോ. അങ്ങനെയാണ് ഞാൻ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറഞ്ഞാൽ എങ്ങാണ്ട് ഇരുന്നോളൂ, വേറൊന്നും ചെയ്യാൻ പാടില്ല. ആ വീട്ടിലെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ നമുക്ക് അധികാരമില്ല. ആ വീട്ടിലെ പൂച്ചിനെ അത് ഓർന്ന് നോക്കിക്കോളൂ കേട്ടോ. ഈ തത്തമ്മേനൊക്കെ തീറ്റ കൊടുക്കേണ്ട പണിയൊന്നും എനിക്കില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ സംഭവിക്കുന്ന 38 പൊട്ടത്തരങ്ങളെ കുറിച്ചൊരു കിതാബുണ്ട്. എന്തിലും ഇപ്പം കിതാബ് ഇല്ലാത്ത അതാ ഞാൻ പറഞ്ഞ കുറച്ച് പണികൾ നിർത്തിയിട്ട് കിതാബ് നോക്കും. അതിൽ പറയുന്ന ഒരു പൊട്ടത്തരമുണ്ട്, ഹക്കാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരാൾ പറയുന്നുണ്ട്. അയാൾ വാഷ് ബേസിൽ കൈയായിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തല ചൊറിയും, എന്നാലും വിറ്റാമിൻ ഡി കിട്ടുള്ളൂ. അങ്ങനെയുണ്ട് പറയാ. കൈ കഴുകുന്നതിന് മുമ്പാണ് കൈയെല്ലാം കയറ്റേണ്ടത്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? മനസ്സിലായ? ചിലർ കൈ കയറ്റി ബാത്റൂമിന്റെ ഡോർ അടക്കും, ചെരുപ്പെല്ലാം എടുത്ത് നോക്കും. എപ്പോഴും നിങ്ങളെന്ത് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം ബിസ്മി ഉറക്ക ചൊല്ലൽ സുന്നത്തുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം എണീക്കുന്ന ആൾ അൽഹംദുലില്ലാ ഉറക്ക ചൊല്ലൽ സുന്നത്തില്ല. എന്തുകൊണ്ട്? ബാക്കിയുള്ളവർക്ക് തോന്നും മതിയാക്കാൻ. അതിന് എന്താ നമ്മളെ മതത്തിന്റെ ശരിക്ക്. അതുകൊണ്ടാണ് നമ്മളെ നാട്ടിലേക്കും അറേബ്യൻ രാജ്യങ്ങളിലേക്കാണ് മിക്കവാറും അമ്പിയാക്കൾ. ഒറ്റ യൂറോപ്യൻ രാജ്യത്തേക്ക് നബി വന്നിട്ടില്ല. ഓർ ഓൾറെഡി കഴിച്ചിടാം, വൃത്തിയുണ്ടോ? നമ്മളാ നേരപ്പാളി. ഇതൊക്കെ തിരിയുന്നൊന്നുമില്ലല്ലോ. വെരി ഗുഡ്. തിരിഞ്ഞാൽ മതി അത്രേ ഉള്ളൂ. നല്ല മനുഷ്യന്മാരാണ്. ഇത് നമ്മുടെ നാട്ടിലെങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട എത്ര കാര്യമുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ കാര്യം നോക്കിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി മറ്റേ ആൾ എന്താ തിന്നത് അത് നോക്കരുത്. നമ്മളെ നാട്ടിൽ എന്താ ഉണ്ടായാലും ഒരു ഉസ്താദ്, വലിയ ഉസ്താദിൽ വന്നാൽ റാ മോഡൽ വെഹിക്കിൽ ഒരു 6 ആൾ നിൽക്കും, കാവൽപ്പെട്ടാണ് ഉസ്താദ്. കറക്റ്റ് ഡാറ്റ അവരെടുക്കും. 2 ചപ്പാത്തി, ഒരു പത്തല്, പൊട്ടിൻ്റെ ചെറിയ കഷ്ണം, പത്തക്കിൽ ഒരു ചെറിയ ഡാറ്റ അപ്ലോഡ് ചെയ്യും. ഒരാൾ തിന്നുന്നത് നോക്കാൻ പാടില്ല. തിന്നുന്ന നോക്കുന്ന കുട്ടികളെ നിരുത്സാഹപ്പെടുത്തണം എന്നാണ് റസാലി ഇമാം റഹിമഹുല്ലാഹ് പറഞ്ഞത്. ചില കുട്ടികൾ ഇങ്ങനെ നോക്കും, ഈ ഉസ്താദ് ഏതാ തീറ്റ മതി, അങ്ങനെയല്ല കാടെ പോയി തിന്നുന്നോണ്ടല്ലോ ടെൻഷൻ മോനെ അബ്ദുള്ള ഭക്ഷണം കഴിച്ചാൽ എന്തെല്ലാം നമ്മൾ പഠിക്കാൻ നമ്മളെ വീട് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് രോഗിയുടെ അടുത്ത് പോയാൽ രോഗിക്ക് സമാധാനമുള്ള ഉത്തരം പറയുന്ന ചോദ്യം ചോദിക്കാൻ പറ്റൂ. പറയുന്ന കേട്ട കണക്കിന് നിസ്കരിക്കാനൊന്നും തീരുന്നില്ല. ഇപ്പൊ അൽഹംദുലില്ലാ കാണുന്ന റാത്തുണ്ട് കേട്ടോ. സത്യം പറയാൻ പേടിച്ചിട്ടാ വന്നേ റാത്ത്. അപ്പൊ അയാൾക്ക് തന്നെ പോസിറ്റീവായി ഉത്തരം പറയാനുള്ള ചോദ്യം നമ്മൾ ചോദിക്കരുത്. പക്ഷെ നമ്മളെന്താ പൊതുവെ നാട്ടിൽ ഇതേ രോഗം നല്ലേന്ന് ഒരാൾ വന്നിട്ട് മരിച്ചില്ല, അങ്ങനെയൊന്നും പറയരുത്. നല്ല ഉത്തരങ്ങളുടെ ചോദ്യങ്ങൾ മാത്രം ചോദിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്തിനെ കുറിച്ച് ഹദീസിൽ, തൊബ്രാനി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, കലിമത്തുൻ, ഒരു വാക്കാണ്. ആ വാക്ക് മനുഷ്യന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന വാക്ക്. അവിടെ കുറച്ച് ഗ്ലാമർ കൂടി തോന്നല്ലോ, പ്രായത്തുണ്ടല്ലോ, എനിക്കെന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ അടി ഭാര്യനോട്. നല്ല ഫുഡാണല്ലോ, നീ ഒറ്റക്കാക്കിയതാ, ഈ ഡ്രസ്സ് ഇടുമ്പോൾ എനിക്ക് കുറച്ച് മൊഞ്ച് കൂടുതലുണ്ട് കേട്ടോ, ഇതേതാ ഡ്രസ്സ്, മാഷാ 2 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ടല്ലോ, ഇങ്ങനെ പറയാൻ പറ്റും. ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ കറി? സുർക്കയാണ് കറി നബിയെ. അപ്പൊ ആയിഷബിയോട് തങ്ങൾ പറയാം, നിഅമൽ ഉദുമൽ ഖല്ലു, സുർക്ക ടോപ്പ് കറിയല്ലേ കേട്ടാ. ഹജ്ജിന്റെ ഇടയിൽ ആയിഷബിയോട് പെട്ടെന്ന് മെൻസസ് വന്നു, ആകെ കരച്ചിലും പിടിച്ചിലായി. അപ്പൊ തങ്ങൾ പറഞ്ഞു, അകല്ല എല്ലാവർക്കും ഉണ്ടാകുന്നില്ല, നീ ഇതിന് വല്ല ബേജാറും, ആകെ തവാഫല്ലേ ചെയ്യാൻ പറ്റാത്തുള്ളൂ കേട്ടാ, തവാഫേ ചെയ്യാൻ പറ്റാത്തുള്ളൂ. നമ്മളാണെങ്കിലും തവാഫ് എങ്ങനെ ചെയ്യല്, അങ്ങനെയല്ല നമ്മൾ ചോദിക്കല് അല്ലേ, അങ്ങനെയല്ല നമ്മൾ ചോദിക്കല്, എങ്ങനെ തവാഫ് ചെയ്യല്, നേരെ ഉൾട്ടേ ചോദിക്കില്ല. അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. മനസ്സിലാകുന്നില്ലല്ലോ. ഇത് നമ്മൾക്ക് പറയും. അതന്നെ പറയാം. അപ്പൊ നമുക്ക് എന്താ പറയാ, സന്തോഷിപ്പിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. നമ്മുടെ സമയം ലോങ്ങായി. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ പറഞ്ഞ ശമായിലൊക്കെ റസൂലിനെ കുറിച്ചാണ് അവിടുത്തെ ബർക്കത്തുള്ള അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആൾക്കാർ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ പലരും ഉണ്ട്. എല്ലാവരുടെയും ഖബർ അല്ലാഹു സ്വർഗ്ഗാക്കട്ടെ. സയ്യിദ് അവர்கள் നമുക്ക് വേണ്ടി ദുആ ചെയ്തു തരും ഇൻഷാ അല്ലാഹ്. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم.
قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഒരുപാട് ആൾക്കാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരൊക്കെയാണോ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത് അവരുടെയൊക്കെ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. മകന് രോഗമായിക്കൊണ്ട് ഇപ്പോൾ ഫോൺ വന്നിട്ടുകൊണ്ട് നമ്മുടെ വരുന്നതിനും സുബ്ഹാനഹു വ തആല എത്രയും വേഗം തന്നെ ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് ആ രോഗങ്ങൾ ശിഫയായി കൊടുക്കുമാറാവട്ടെ. എന്ത് അസ്വസ്ഥതകളാണോ അത് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയായി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തകന്മാരിൽ ഉള്ള മുനീർ സിറാജ് പോലെയുള്ള ആൾക്കാരുടെ ഉമ്മ മരണപ്പെട്ടു പോയിട്ട് ഇന്നലെയൊക്കെ ഇന്നൊക്കെയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിനെ സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാവട്ടെ. അവിടെ ഖബറിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യമുള്ള ഖബറാക്കിയവരുടെ നമ്മുടെ ഖബറിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി തരുമാറാവട്ടെ. രോഗികളായ ആൾക്കാർ, ഹാർട്ടിന് രോഗമുള്ളവർ, അതുപോലെ തന്നെ മറ്റ് രോഗികളായ ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മുടെ സമദമാനി ഉസ്താദിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ആജിലായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പൂർണ്ണാഫിയത്തോടുകൂടെ ദീനിനെ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ദാരിമി ഉസ്താദ് ചെറിയ അസ്വസ്ഥത കൊണ്ട് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആജിലായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. പരിപൂർണ്ണ ആരോഗ്യം ദീർഘായുസ്സും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സമയം വളരെ വൈകിയിട്ടുണ്ട്, അതുകൊണ്ട് ചെറിയ ദുആന്റെ ലഫ്ള് മാത്രമാണ് പറയുക. നിങ്ങളുടെ ആത്മാർത്ഥമായ ആമീൻ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആനെ സ്വീകരിക്കേണ്ടതുകൊണ്ട് ആത്മാർത്ഥമായ ആമീൻ പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم وصل وبلغ مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة نبينا وحبيبنا محمد مصطفى صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. اللهم إلى حضرة سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وإلى حضرة أهل الخير كلهم أجمعين وإلى حضرة من ماتوا منا وإلى حضرة من نويناهم يا رب العالمين. اللهم اجمع بيننا وبينهم في دار جناتك النعيم الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم بحقهم وبجاههم يسر عسيرنا وسهل أمورنا وقضي هوائجنا وأد ديوننا واغفر ذنوبنا واشف أمراضنا يا شافي الأمراض. اللهم اجعل قبرنا وقبورهم روضة من رياض الجنة ولا تجعل قبرنا وقبورهم حفرة من حفر النيران. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. ارحم الراحم രാജ് സയ്യിദാ അല്ലാഹ് നമ്മൾ ചൊല്ലിയതായ ദിക്റുകളും ദുആകളും മജ്ലിസിനെ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹ് നമ്മുടെ മജ്ലിസിനെ നീ ഖബൂലാക്കണേ റഹ്മാനെ. ഇവിടെ ഒരുപാട് ആൾക്കാർ അല്ലാഹ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, അതൊക്കെയും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. എല്ലാ വിഷമങ്ങളും നീക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു ഇവിടെ ഹദിയ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അല്ലാഹു ഒരുപാട് ആൾക്കാർ സദഖ നൽകിയിട്ടുണ്ട്. അല്ലാഹു നീ ഖബൂലാക്കണേ റഹ്മാനെ. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് പ്രയാസപ്പെടുന്നവരുണ്ട് ഉള്ളവരുണ്ട് റഹ്മാനെ. അല്ലാഹു പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു നീ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ റഹ്മാനെ. പ്രവാസ ലോകത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നീക്കണേ റഹ്മാനെ. രോഗങ്ങൾ ശിഫിയാക്കി തരണേ റഹ്മാനെ. മാരക രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് റഹ്മാനെ. ഇവിടെയൊക്കെയും എല്ലാ രോഗങ്ങളും ശിഫിയാക്കണേ റഹ്മാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശിഖ്യങ്ങളിൽ മഹബീങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. റസൂലുള്ളാഹിന്റെ ഇഷ്ക് നമ്മുടെ ഹൃദയങ്ങളിൽ നിറച്ചേരണേ റഹ്മാനെ. നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കണേ റഹ്മാനെ. റസൂലുള്ളാഹിന്റെ സഹായം എല്ലാ മേഖലകളിലും നൽകണേ റഹ്മാനെ. ഈമാൻ സലാമത്താക്കി തരണേ റഹ്മാനെ. മരണപ്പെട്ടുപോയവർക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനെ. ഖബർ നീ വിശാലമാക്കണേ റഹ്മാനെ. രോഗികളായ ഉസ്താദ്മാരും റഹ്മാനെ അവർക്ക് നീ രോഗശമനം നൽകണേ റഹ്മാനെ. പ്രത്യേകിച്ച് സമദമാനി ഉസ്താദിന്റെ രോഗങ്ങൾ നീ ശിഫയാക്കണേ റഹ്മാനെ. പൂർണ്ണ ആരോഗ്യം നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ. ദീനിൽ ഒരുപാട് കാലം സേവനം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ.
അല്ലാഹു നമ്മുടെ ഉസ്താദുമാർക്ക് മശായിഖ്മാർക്ക് ആരോഗ്യം ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ മുഴുവൻ ആൾക്കാർക്കും അല്ലാഹു നിരോഗശമനം നൽകണേ റഹ്മാനെ. മരണപ്പെട്ടുപോയ ഖബറുകളെ അല്ലാഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യമുള്ള ഖബറാക്കി മാറ്റി കൊടുക്കണേ റഹ്മാനെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി തരണേ റഹ്മാനെ. ജോലിയില്ലാത്തവർക്കുണ്ട് റഹ്മാനെ. അല്ലാഹു ഖൈറായ ജോലി നൽകണേ റഹ്മാനെ. നിയമ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റഹ്മാനെ. നിയമ പ്രശ്നങ്ങൾ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു നമ്മൾ ജയിലിൽ കഴിയുന്ന ആൾക്കാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു എത്രയും വേഗം തന്നെ റിലീസ് നൽകണേ റഹ്മാനെ. അല്ലാഹു അവസാനം മരിക്കുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് വെള്ളിയാഴ്ച രാവോ വെള്ളിയാഴ്ച പകലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യത്തിൽ സുജൂദിലായി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹു നിന്റെ മുഖദ്ദസത്തായ ദാത്ത് കണ്ട് ആനന്ദിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അഹോരാത്രം പ്രവർത്തിച്ച പ്രവർത്തകന്മാരും റഹ്മാനെ ഖൈർ നൽകണേ റഹ്മാനെ. ഉടയില്ലായി സഈനെ നീ കബൂലാക്കണേ റഹ്മാനെ. എല്ലാവർക്കും ഈമാനിക ആവേശം നൽകണേ റഹ്മാനെ. ദുനിയാവിൽ ആഖിറത്തിൽ ഇസ്സത്ത് നൽകണേ റഹ്മാനെ. ഇതിന് സഹായിച്ച ഭക്ഷണങ്ങൾ നൽകിയ, അതിനുവേണ്ടി മറ്റുള്ള കാര്യങ്ങൾ സഹകരണങ്ങൾ നൽകിയ മുഴുവൻ ആൾക്കും അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم.